ചെയ്യുന്നു. എത്ര പേര് ദിവസം ഈ ലോകം കാണാതെ മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല സാവകാശത്തെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കഴിഞ്ഞ ആഴ്ച കാലം മുഴുവൻ കർത്താവെ ഞങ്ങൾ ജോലിയിലായിരുന്നപ്പോൾ, യാത്രയിലായിരുന്നപ്പോൾ, ഭവനത്തിലായിരുന്നപ്പോൾ ഞങ്ങളുടെ വലിയൊരു സാന്നിധ്യം കർത്താവെ ഞങ്ങൾ അനുഭവിച്ചു കർത്താവെ. കഴിഞ്ഞ ആഴ്ച കാലം ഞങ്ങളുടെ നോട്ടം, ചിന്താതി, പ്രവൃത്തി, സംസാരത്തിൽ കൊടുക്കൽ വാങ്ങൽ എന്റെ കർത്താവെ അങ്ങയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് ഞങ്ങളോട് വാസ്തവമായി ക്ഷമിക്കണമേ കർത്താവെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവ്വാത്മാവിന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരം ഒന്നും മറക്കരുത്. എന്റെ ദൈവം ഞങ്ങളുടെ വചനം പറഞ്ഞതുപോലെ നാളുകൾ കർത്താവെ ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. അങ്ങയുടെ വചനം പറഞ്ഞു 2-3 പേർ അങ്ങയുടെ നാമത്തിൽ എവിടെ കൂടിയാലും അങ്ങയുടെ സാന്നിധ്യം അവിടെ ഉണ്ടല്ലോ കർത്താവെ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനാൽ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. എന്റെ ദൈവമേ കർത്താവെ, ഇന്നത്തെ ആരാധന അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഇവിടെ കൂടി വന്ന ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. അവിടെ ഹൃദയത്തിൽ കൊടുത്ത വാഞ്ചയ്ക്കായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. എന്റെ ദൈവമേ യാത്ര ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. എന്റെ ദൈവമേ എത്ര പെട്ടെന്ന് അവരോട് കൂട്ടി വരുത്തണമേ കർത്താവെ. എന്റെ ദൈവമേ ജോലിയിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ, ഭവനത്തിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ അങ്ങയുടെ സാന്നിധ്യം കൃപയും കർത്താവെ അവരുടെ മേലുണ്ടാവണമേ കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ ഹല്ലേലൂയ സമയ കർത്താവെ ഞങ്ങളുടെ റേഡിയോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവമേ ദൈവിക സമാധാനം കർത്താവെ, ദൈവിക ആശ്വാസം കർത്താവെ അവരുടെ മേൽ അങ്ങ് കർത്താവെ ചൊരിയുന്നതിനാൽ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. എന്റെ ദൈവമേ കർത്താവെ ഞങ്ങളുടെ വർഷിപ്പ് ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവമേ കർത്താവ് ലീഡിന് മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെല്ലാവരും ആത്മാവിൽ ഉറവരപ്പെട്ട കർത്താവ് അങ്ങയെ സ്തുതിക്കുവാൻ പാടുവാൻ എന്റെ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവെ ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നതിനാൽ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവെ. നല്ല സംഗീതങ്ങൾ ഞങ്ങൾക്ക് തരണമേ കർത്താവ്. സംസാരിദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവിക കർത്താവെ ദൈവികാലോചനകളിൽ കൊടുത്ത കർത്താവ് നിറയ്ക്കണമേ കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ പറയുന്ന വാക്കുകൾ അവരുടെ ജീവിതത്തിലും അനേകരുടെ ജീവിതത്തിലും ബ്ലെസ്സിംഗ് ആയി മാറുവാൻ കർത്താവെ സഹായിക്കണമേ കർത്താവെ. നല്ല സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് തരണമേ കർത്താവെ. എന്റെ ദൈവം നല്ല വചനം ഞങ്ങൾക്ക് തരണമേ. ഹല്ലേലൂയ. എന്റെ ദൈവം ഞങ്ങളോട് വാസ്തവമായ സംസാരിക്കുന്ന ശബ്ദം കേൾക്കുവാൻ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തോട് ഭാഗ്യം തരുന്നതിനാൽ വാഴ്ത്തുന്ന കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ആരംഭം മുതൽ അവസാന സെഷൻ വരെ പരിശുദ്ധാത്മാവെ എല്ലാം നിയന്ത്രിക്കണമേ കർത്താവെ. എന്റെ ദൈവമേ ഹല്ലേലൂയ. എല്ലാമാരും മഹത്വം എന്റെ കർത്താവിന്. പ്രാർത്ഥനകടനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എനിക്ക് അഭയസ്ഥാനം. നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എനിക്ക് അഭയസ്ഥാനം. നീരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൽ നീരുറവാ. നീരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൽ നീരുറവാ. നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എനിക്ക് അഭയസ്ഥാനം. നീരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൽ നീരുറവാ. നീരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൽ നീരുറവാ. നീ ഞങ്ങൾക്കേകിടും നന്മകളോ തന്നെ പാടിടും സ്തുതിഗീതങ്ങൾ. നീ ഞങ്ങൾക്കേകിടും നന്മകളോ തന്നെ പാടിടും സ്തുതിഗീതങ്ങൾ. ആകുല നേരത്തും ആനന്ദഗാനങ്ങൾ
നീരിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൽ നീരുറവാ. 65-ാം സങ്കീർത്തനം. ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു, നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. ഭൂമിയുടെ എല്ലാ അർദികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാം ദൈവമേ, നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോട് ഞങ്ങൾക്ക് ഉത്തരമരുളുന്നു. സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. ചേർന്ന് വായിക്കാം. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു, ആർക്കുകയും പാടുകയും ചെയ്യുന്നു. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുവാനെങ്കിൽ ആരാധിപ്പാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. വായിച്ച സങ്കീർത്തനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ദൈവം ഞങ്ങളോട് സംസാരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ സഞ്ചരിക്കാം. 65-ാം സങ്കീർത്തനമാണ് നാം വായിച്ചത്. 65-ാം സങ്കീർത്തനത്തില് നമ്മുടെ ദൈവത്തെ ദൈവം സ്തുതികൾക്ക് യോഗ്യനായ ദൈവമാണ് കാണുന്നു. നമ്മൾ എന്തുകൊണ്ടൊക്കെയാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്? ദൈവം പ്രകൃതിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതായ അനേക അത്ഭുതങ്ങൾ നാം എവിടെ നോക്കിയാലും നമുക്ക് കാണുവാനായി കഴിയും. അതുപോലെ തന്നെ ഭൂമിയിൽ ദൈവത്തിന്റെ വലിയ സമൃദ്ധി ദൈവം ധാരാളമായി ചൊരിഞ്ഞിരിക്കുന്നത് എവിടെ നോക്കിയാലും നമുക്ക് കാണുവാനായി കഴിയും. ഈ അനുഗ്രഹങ്ങളൊക്കെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുവാൻ ബാധ്യസ്ഥരാണ് എന്ന് നമുക്ക് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. അപ്പോൾ നമ്മുടെ ദൈവം സ്തുതികൾക്ക് യോഗ്യനായ ദൈവമാണ്. ആ ദൈവത്തെ സ്തുതിപ്പാൻ നാം ബാധ്യസ്ഥരുമാണ്. 2-ാം വാക്യം, പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവയെ സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു എന്ന് നാം വായിക്കുന്നു. അപ്പോൾ നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അതിന്റെ 2-ാം ഭാഗത്തിൽ നാം വായിക്കുന്ന സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. അപ്പോൾ ജഡത്തെ കാണിക്കുന്നത് ജഡം ബലഹീനമായതാണെന്ന് നാം ദൈവത്തിന്റെ വചനങ്ങളിൽ വായിക്കുന്നു. അപ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ബലഹീനമായ ജഡമുള്ള മനുഷ്യൻ തന്റെ ആവശ്യങ്ങളുമായി കടന്നു ചെല്ലുമ്പോൾ പ്രാർത്ഥന കേൾക്കുക എന്നുള്ള ദൈവത്തിന്റെ സ്വഭാവമാണ്. അപ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മൾ ബലഹീനമായിരിക്കുമ്പോൾ ഏതവസ്ഥയിലും ദിവസം കടന്നു ചെന്നാൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും അതിന് മറുപടി തരുന്ന ദൈവമായാൽ നമുക്ക് എപ്പോഴും ദിവസത്തിലേക്ക് കടന്നു ചെന്ന് പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയും. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. 3-ാം വാക്യം നാം വായിക്കുന്നത്, എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു, നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. അപ്പോൾ നാം ഈ വാക്യം മെശിഹായോടുള്ള ബന്ധത്തില് നാം ചിന്തിച്ചാല് നമുക്ക് അവിടെ കാണുവാനായി കഴിയും. ദൈവം നമ്മുടെയൊക്കെയും അകൃത്യങ്ങളെ വഹിച്ച് ദൈവം ക്രൂശിൽ നമ്മൾക്ക് വേണ്ടി യാഗമായി തീർന്നു. അപ്പോൾ നമ്മുടെ അകൃത്യങ്ങളൊക്കെയും ദൈവം സകലവും ചുമന്നൊഴിച്ച് നമുക്ക് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ദൈവത്തെ നമുക്കിവിടെ കാണുവാനായി കഴിയും. അപ്പോൾ നമ്മുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന ദൈവമാണ്. നമ്മളുടെ അതിക്രമങ്ങൾക്ക് ദൈവം പരിഹാരം വരുത്തിയിരിക്കുകയാണ്. നാം അത് വിശ്വസിച്ചാൽ നമ്മുടെ സകല പാപങ്ങൾ ഒഴിഞ്ഞ് നമുക്ക് വിശുദ്ധിയോടെ ജീവിപ്പാൻ നമുക്ക് കഴിയും. അപ്പോൾ ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ നമുക്ക് കഴിയണം. 4-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, നിന്റെ പ്രാകാരങ്ങൾ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്തടിപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പഴയ നിയമങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ ഈ വാക്യം പുരോഹിതന്മാരെ സംബന്ധിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. തന്റെ പ്രാകാരങ്ങൾ പാർക്കേണ്ടതിനായി താൻ തിരഞ്ഞെടുത്ത് ഇരിക്കുന്നവരെ പറ്റി. നമ്മള് 2 പത്രോസ് 2-ന്റെ 9-ാം വാക്യം വായിക്കും. പ്രകാശത്തിലേക്ക്
അപ്പോൾ ആ വാക്യത്തില് നിന്റെ പ്രാകാരങ്ങൾ പാർക്കണെ തിരഞ്ഞെടുക്കാൻ പഠിപ്പിക്കുന്ന മനുഷ്യന് ഭാഗ്യവാനെന്ന് പഴയ നിയമം നാം നോക്കുമ്പോൾ പുരോഹിതന്മാരെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ നാം വായിച്ച വാക്യത്തില് നാം ഒക്കെയും രാജകീയ പുരോഹിത വർഗം, നാം ഒക്കെയും പുരോഹിതന്മാരും വിശുദ്ധ വംശവുമാണ് നമുക്ക് കാണുവാനായി കഴിയും. അപ്പോൾ ഒരിക്കല് അതിക്രമങ്ങളാൽ നമ്മുടെ അതിക്രമങ്ങൾ വളരെ ആയിരുന്നുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയവരായ നമ്മെ ദൈവം വിളിച്ച് വേർതിരിച്ച് തന്റെ പുരോഹിതന്മാരാക്കി നമ്മെ തീർത്തതുകൊണ്ട് നമുക്ക് ഏത് സമയവും ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ കഴിയും. അങ്ങനെയുള്ള നാം ഭാഗ്യവാന്മാരാണെന്ന് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. ഞാൻ എല്ലാ വാക്യങ്ങളിലും ഒക്കെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ചില വാക്യങ്ങളൂടെ വായിച്ച് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുകയാണ്. 7-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു. യിരെമ്യാവ് 5:22 വാക്യം വായിച്ചാൽ ഭയപ്പെടുകയില്ലയോ, എന്റെ സന്നിധി വിളക്കുകയില്ലയോ, കടലിന് കവിഞ്ഞുകൂടാതെ വണ്ണം നിത്യപ്രമാണമായി മണലതിരാക്കി വെച്ചിരിക്കുന്നു. തിരകൾ അലച്ചാലും സാധിക്കുകയില്ല, എത്ര തന്നെ അലച്ചാലും അതിൽ കിടക്കുകയില്ല. അപ്പൊ ദൈവം കടലിന് ഒരു അതിര് നിശ്ചയിച്ചിട്ടുണ്ട്. കടൽ എത്ര അലച്ചാലും അതിന് സാധിക്കുകയില്ലെന്ന് നമ്മൾ ആ വാക്യത്തിൽ വായിക്കുന്നു. മത്തായി 8:26 വാക്യം കൂടെ വായിച്ചത്: അവനവരോട് അല്പവിശ്വാസികളെ വീടുകളാക്കുവാൻ എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാട്ടിനെ കണ്ണിനെ ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. അപ്പോൾ കടലിനെ ദൈവം അവിടെ ശാസിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ ശബ്ദം ഏത് തിരയെയും അടക്കുവാൻ കഴിയും. ഏത് കടലിനെയും ശാന്തമാക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. അപ്പോൾ നമ്മുടെ ഏത് പ്രശ്നങ്ങളുടെ മുമ്പിലും നാം ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അതിനെയൊക്കെയും ഏത് പ്രശ്നങ്ങളെയും പരിഹരിപ്പാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. അപ്പോൾ കടലിനെ വരെ അടക്കി നിർത്തുന്ന, തന്റെ ശബ്ദത്താൽ അടക്കുന്ന ആ ദൈവത്തിന് നമ്മുടെ ഏതൊരു പ്രശ്നത്തിനും പരിഹാരം നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. നമ്മൾ ഏത് വിഷയത്തിന്റെ മുന്നിൽ ഭാരപ്പെട്ടാലും ദൈവത്തിലേക്ക് കടന്നു ചെന്നു കഴിഞ്ഞാൽ ആ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടെന്ന് നമുക്കറിയാം. ആ വിശ്വാസത്തോടെ നാം ഏത് സമയം ദൈവത്തിൽ കടന്നു ചെന്നാൽ ദൈവം നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും മതിയായ ദൈവമാണെന്ന് നമുക്കിവിടെ കാണുവാനായി കഴിയും. അതിന്റെ 9-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിന് നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ സന്ദർശനം ഉണ്ടാകുമ്പോൾ ഭൂമിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ സന്ദർശനത്താൽ ഭൂമി അനുഗ്രഹിക്കപ്പെടുന്നതായി നമുക്ക് കാണുവാനായി കഴിയുന്നു. അപ്പോൾ ദൈവം ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നതിനെ പുഷ്ടിയുള്ളതാക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ ആ ഒരു സന്ദർശനം ഭൂമിയെ പുഷ്ടിയുള്ളതും അനുഗ്രഹപൂർവമാക്കി തീർക്കുന്നുവെന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ നമുക്ക് അറിയാം, മനുഷ്യന് അനേക വിഭവ സമ്പത്തുകളൊക്കെ ഉണ്ട്. എന്നാൽ അതൊക്കെയും തീർന്നു പോകുന്നതോ പരാജയപ്പെട്ടു പോകുന്നതോ ഒക്കെയാണ്. എന്നാൽ ദൈവത്തിന്റെ ദാനം അല്ലെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നിനും കുറവില്ല, അതൊന്നും കുറഞ്ഞു പോകാത്തതാണ് ദൈവത്തിന്റെ പക്കലുള്ളതൊക്കെയും. അപ്പോൾ ദൈവസന്നിധിയിൽ നാം കടന്നു ചെന്നു കഴിഞ്ഞാൽ നമുക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല എന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നു. 10-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: നീ അതിന്റെ ഉഴവ് ചാലുകളെ നനയ്ക്കുന്നു, നീ അതിന്റെ കട്ട ഉടച്ച് നിരത്തുന്നു, മഴയാൽ നീ അതിനെ കുതിർക്കുന്നു, അതിന്റെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. അപ്പോൾ ഈ വാക്യം നാം വായിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ പല പ്രവർത്തനങ്ങളെയും നമുക്ക് അവിടെ കാണുവാനായി കഴിയും. കാരണം നീ അതിന്റെ ഒഴിവുചാലുകളെ നനയ്ക്കുന്നു, അതിന്റെ കട്ട ഉടച്ച് നിരത്തുന്നു. നമുക്കറിയാം, വേനൽക്കാലങ്ങളിൽ ഭൂമിയൊക്കെയും ഉണങ്ങി വരണ്ട് വളരെ കടുപ്പമേറിയ അവസ്ഥയിലായിരിക്കുന്ന സ്ഥാനത്ത് മഴക്കാലം വരുമ്പോൾ, മഴ പെയ്യുമ്പോൾ വളരെ കാഠിന്യമേറിയ കട്ടകളൊക്കെയും വെള്ളം ലഭിക്കുമ്പോൾ അത് വളരെ കുതിർന്ന് അത് വളരെ മൃദുവായി തീരുകയും, അങ്ങനെയുള്ള ആ സ്ഥാനത്ത് കൃഷി ചെയ്യുന്നവര് ആ കട്ടകളെ ഉടച്ചു നിരത്തി അവിടെ ധാന്യം വിതയ്ക്കുമ്പോൾ അത് കിളിർത്തു വന്ന് അത് വളരെ സമൃദ്ധി നൽകുകയും ചെയ്യുന്നു. അതുപോലെ വളരെ നമുക്കറിയാം, കാഠിന്യമേറിയ മനസ്സുകളിൽ ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവ് കടന്നു ചെല്ലുമ്പോൾ അതിലെ എല്ലാ കട്ടകളും ഉടച്ച് നിരത്തി അതിനെ വളരെ വളരെ മൃദുവാക്കി ദൈവത്തിന്റെ വചനം അവിടെ കടന്നു ചെന്ന് അത് അവിടെ വചനം അങ്ങനെയുള്ള
മറ്റുള്ളവരുടെ ഉള്ളങ്ങളിൽ കടന്നു ചെന്നിരുന്ന് കഴിയുമ്പോൾ അത് വളരെ ഫലം ഉണ്ടാകുന്നതായി നമുക്ക് കാണുവാനായി കഴിയും. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഏത് കഠിനമേറിയ ഇടങ്ങളിലും പ്രവർത്തിപ്പാനായി കഴിയും. നമുക്ക് മഴ ലഭിക്കുമ്പോൾ ഒരു സ്ഥലത്തിനുണ്ടാകുന്ന ആ വലിയ മാറ്റത്തെ നമുക്ക് ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളോട് ചേർത്ത് ചിന്തിക്കാം. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഏത് കഠിനമേറിയ ഇടങ്ങളിലും പ്രവർത്തിപ്പാൻ കഴിയും എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഈ നാളുകളിൽ അധികമായി നമ്മുടെയൊക്കെയും ജീവിതത്തിൽ കടന്നു വന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ ദൈവം ഇടയാക്കി തീർക്കേണ്ടതായി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനായി നമ്മളെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിപ്പാൻ കഴിയും. അപ്പോൾ അതിന്റെ 13 അവസാന വാക്യം ഞാൻ വായിച്ച് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. 13-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു, അവയാർക്കുകയും പാടുകയും ചെയ്യുന്നു. അപ്പോൾ തരിശായ ഒരു സ്ഥലത്ത് മഴ ലഭിക്കുമ്പോൾ അവിടെ വളരെ ധാന്യം കൊണ്ട് മൂടുകയും മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയും ചെയ്യുന്ന കാണുവാൻ കഴിയുന്നു. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു സ്ഥാനത്ത് പ്രവർത്തിച്ചു കഴിയുമ്പോൾ അവിടെ മാറ്റമുണ്ടായി ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് അവിടെ നിറഞ്ഞിരിക്കുന്നതായി കാണുവാനായി കഴിയും. അപ്പോൾ വളരെ ശൂന്യമായ അല്ലെങ്കിൽ മരുഭൂമി പോലുള്ള സ്ഥലങ്ങളിൽ മഴ ലഭിച്ചു കഴിയുമ്പോൾ അവിടെ ധാന്യം മുളയ്ക്കുകയും അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായി കാണുവാൻ കഴിയുന്ന പോലെ നമുക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു സ്ഥലത്ത് പ്രവർത്തിച്ചാൽ ആ സ്ഥലത്തെ എല്ലാ ശൂന്യതകളും മാറി അവിടെ വലിയ സമൃദ്ധി ഉണ്ടായി. ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറയാന്ന് പറഞ്ഞാൽ ആത്മാക്കളെ കൊണ്ട് നിറയുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ ഏത് അവസ്ഥകൾക്കും മാറ്റം വരും. ആ വലിയ മാറ്റം നമുക്ക് കാണുവാനായി നാളുകൾ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മെ ഏവരെയും Thank you.
Show me your ways, Lord, and teach me your path. Praise the Lord, shout for joy to the Lord, all the earth. Psalms 100 verses 1. Praise the Lord, Psalms 107 verses 8 and 9. Give thanks to the Lord for his unfailing love and his wonderful deeds to mankind. He satisfies the thirsty and fills the hungry with good things. Oh, yeah.
ഇന്നത്തെ വചനത്തോട്ട് പോകുന്ന മുൻപേ എൻ്റെ ചെറിയൊരു സാക്ഷ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ചക്കാലം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനും എല്ലാ കാര്യത്തിൽ ദൈവത്തിൻ്റെ കാര്യത്തിൽ അനുഭവിക്കുവാൻ ദൈവം സഹായിച്ചു. നമുക്കറിയാവുന്ന പോലെ 2 ദിവസം മുമ്പേ പ്രിയ റേഗന്റെ ബിജു കുഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോയല്ലോ. കർത്താവ് ആ കുടുംബത്തെ പരിപാലിക്കുവാനും ആവശ്യമുള്ള ദൈവിക സമാധാനം ദൈവം ആ കുടുംബത്തിന് മേൽ കൊടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് ഒത്തിരി വിഷമമുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനെ പ്രാർത്ഥിച്ച് ആണ് ഭവനത്തിൽ കയറ്റിയത്. എന്നെയാണ് അതിനു വേണ്ടി വിളിച്ചത്. അപ്പം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എൻ്റെ അയോഗ്യത കാരണം കൊണ്ടാണെങ്കിൽ എൻ്റെ ദൈവമേ നീ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ പറഞ്ഞ പോലെ 4 മാസത്തെ കുഞ്ഞാണ്. നമുക്ക് ആ വേദന നമുക്ക് എല്ലാവർക്കും ഏകദേശം അതേ പ്രായത്തിൽ അല്ലെങ്കിൽ ഏകദേശം അതേ റേഞ്ചിലുള്ള കുഞ്ഞുങ്ങൾ നമുക്കുമുണ്ട്. അപ്പോൾ ആ വേദന എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ സമയത്തിൽ കർത്താവിൻ്റെ സ്തോത്രം നല്ല പ്രത്യേക കവറിങ് അവരുടെ മേൽ ഉണ്ടാകുവാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചന ചിന്തയ്ക്കായി for 2 Chronicles chapter 29 words 1, 2 and 3. 2 Chronicles chapter 29 words 1, 2 and 3. അവന്റെ അമ്മയ്ക്ക് അബിയ എന്ന പേർ. അവൾ സെഖര്യാവിന്റെ മകളായിരുന്നു. അവൻ തന്റെ അപ്പനായ ദാവീദ് ചെയ്തതുപോലെ ഒക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അവൻ തന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ 1-ാം മാസത്തിൽ യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ തുറന്ന് അറ്റകുറ്റം തീർത്തു. അവൻ പുരോഹിതന്മാരെയും ലേവ്യരെയും വരുത്തി. മതി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച നല്ല വചനത്തിനായി വാഴ്ത്തുന്നു. എന്റെ ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ഹൃദയം അങ്ങ് അറിയുന്നു കർത്താവേ. എന്റെ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുന്ന എന്റെ ദൈവമേ കർത്താവിന്റെ ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് തീർന്ന നാൾ വാഴ്ത്തുന്നു കർത്താവേ. എല്ലാ മാനമഹത്വം കർത്താവിന്റെ ജനത്തിനെ മേൽപ്പിക്കുന്നു, അടിയനെ മേൽപ്പിക്കുന്നു. അങ്ങ് തരുന്ന ആലോചനകൾ മാത്രം പറയുവാൻ സഹായിക്കണമേ. പ്രാർത്ഥനകളുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ വായിച്ച സ്തോത്രം 2 Chronicles 29 1, 2, 3 വാക്യമാണ് നമ്മൾ വായിച്ചത്. എഹെസ്കിയാവ് was 25 years old when he became king, and he reigned in Jerusalem 29 years. His mother's name was Abijah, daughter of Zechariah. He did what was right in the eyes of the Lord, just as his father David had done. In the first month of the first year of his reign, he opened the doors of the temple of the Lord and repaired them. Stotram, hallelujah. നമുക്ക് ഈ പഴയ നിയമത്തിൽ ഈ ഒരു സ്റ്റോറി നമുക്ക് നല്ലവണ്ണം നമ്മൾ അറിയുന്നതാണ്. എഹെസ്കിയാവ് ദൈവത്തിന്റെ ആലയം പണിതത്. നമ്മൾ എഹെസ്കിയാവിന്റെ സ്റ്റോറി നമ്മൾ ശരിക്കും വായിക്കുവാണെങ്കിൽ എഹെസ്കിയാവിന്റെ പിതാവ് ഏഹാസ് കർത്താവിന് വിരുദ്ധമായി ജീവിച്ചത്, കർത്താവിന് ഇഷ്ടമില്ലാത്ത പോലെ പ്രവർത്തിച്ച പോലെ ഒരു രാജാവായിരുന്നു ഏഹാസ്. ഏഹാസിന്റെ മകനായ എഹെസ്കിയാവ് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിരുന്നു. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിച്ച ഒരു രാജാവായിരുന്നു എഹെസ്കിയാവ്. ഇതിനകത്ത് നമ്മൾക്ക് വായിക്കാൻ പറ്റുന്നത് ഏഹാസിന്റെ സമയത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. എഹെസ്കിയായുടെ പിതാവ് ഏഹാസ് ഭരിച്ചപ്പോൾ, ഏഹാസ് ഇങ്ങനെ റൂൾ ചെയ്യുന്ന സമയത്തിൽ ദൈവവിരുദ്ധമായി പ്രവർത്തിച്ചു. കർത്താവിന്റെ ആലയം എല്ലാം അടച്ചിട്ടു. ആലയം അടച്ചിട്ടിട്ട് ആ ദേശത്തോട് പറഞ്ഞു, ഇനി നമുക്ക് വേറെ ദൈവങ്ങളെ, വേറെ ഐഡൽസിനെ നമുക്ക് വർഷിപ്പ് ചെയ്യാം. ഇങ്ങനെ പറഞ്ഞ ദൈവത്തിന്റെ ആലയം കംപ്ലീറ്റ്ലി എഹാസ് അത് പൂട്ടിവെച്ച ആ ഒരു സമയത്തിൽ ഏകദേശം ഒരു 20 വർഷം ആ ദേശം വിഗ്രഹ ആരാധന അല്ലെങ്കിൽ വേറെ ദൈവത്തെ ആരാധിക്കാൻ അവർ തുടങ്ങി. എഹെസ്കിയാവിന്റെ സമയത്ത് നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്, ഫസ്റ്റ് മന്ത് ഭരണം എടുത്ത് ആദ്യത്തെ മാസം തന്നെ എഹെസ്കിയാവ് ഒരു തീരുമാനം എടുത്തു. സ്വന്തം ദൈവത്തിന്റെ ആലയം പണിയുവാൻ. അതുകൊണ്ട് എഹെസ്കിയാവ് ആദ്യം ചെയ്തെന്ന് പറഞ്ഞാൽ ആലയത്തിന്റെ വാതിൽ തുറന്ന് കേറി കഴിഞ്ഞ് ആലയം പണിയാൻ തുടങ്ങി. സ്തോത്രം, ഹല്ലേലൂയ. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയ മീനിങ്സ് ഉണ്ട്. ദൈവജനം ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ വേണം ദൈവസന്നിധിയിൽ ഇരിക്കാൻ. ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ദൈവം അനേകരോട് അല്ലെങ്കിൽ ചിലവരോട് സ്തോത്രം അല്ലെങ്കിൽ എല്ലാവരോട് ദൈവം ഇന്ന് സംസാരിക്കുമെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം.
ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ഭാരമുള്ള വിഷയമുണ്ട്. എല്ലാം ഭാരം മാറ്റാനും എല്ലാ ദുഃഖം മാറ്റാനും കഴിവുള്ള കർത്താവിന്റെ സന്നിധിയിലാണ് നമ്മൾ ഇന്ന് വന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ഈ ലോകത്തിന് പ്രത്യാശ ഇല്ലാത്ത സമയത്തിൽ പ്രത്യാശ തന്ന് എന്നും നമ്മൾ നിർത്തുന്ന ആ ദൈവത്തെ ഓർത്ത് എല്ലാവരും കരങ്ങളെടുത്തിയ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. യെഹെസ്കേൽ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ, ആമേൻ, ആലയത്തിൽ കയറുന്ന മുൻപേ വാതിൽ തുറന്നാണ് ഒരു ആലയത്തിൽ, ആമേൻ, സ്തോത്രം, പണിയാൻ, ആമേൻ, അദ്ദേഹം കയറിയത്. സ്തോത്രം. ആലയത്തിന്റെ വാതിൽ തുറന്ന് ആണ് യെഹെസ്കേൽ കയറിയത്. ഈ പഴയ നിയമത്തിൽ കർത്താവായ ദൈവം ആലയത്തിലാണ് ഇറങ്ങി വരുന്നെങ്കിൽ, പുതിയ നിയമത്തിൽ ആലയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ്. സ്തോത്രം, ഹല്ലേലൂയ. പ്രത്യേകം ദൈവത്തിന് വസിക്കാൻ ഒരു ടെമ്പിളോ ചർച്ചോ പുതിയ നിയമത്തിലല്ല. കർത്താവിന്റെ ആലയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ്. സ്തോത്രം, ഹല്ലേലൂയ. It resides in us. അപ്പോൾ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെങ്കിൽ ജീവിതത്തിന്റെ വാതിൽ തുറക്കണം. വാതിൽ എന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയം തുറക്കണം. You have to open your heart first. If the Lord needs to do any repair in your life, ജനങ്ങൾ ചെവി കൊണ്ട് കേൾക്കും, കണ്ണുകൊണ്ട് കാണും, പക്ഷെ ഹൃദയം കൊണ്ട് സ്വീകരിക്കാറില്ല. ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയട്ടെ, അനേക വചനങ്ങൾ, അനേക ദേവദാസന്മാർ, അനേക സ്റ്റേജുകൾ, അനേക സോഴ്സ് വഴി ദൈവജനത്തിനോട് പറയുന്നു. പക്ഷെ ജനങ്ങൾ ഇരിക്കുവാണെങ്കിലും ചെവി കൊണ്ട് കേൾക്കുവാണെങ്കിലും അവിടെ ഹൃദയത്തിൽ ചലനം ഉണ്ടാകുന്നില്ല. ഇവിടെ നമ്മൾ വായിക്കുന്നു, യെഹെസ്കേൽ ആലയം പണിയാൻ തുടങ്ങിയ തീരുമാനം എടുത്തപ്പോൾ ആദ്യം അദ്ദേഹം ചെയ്തത് ആ വാതിൽ അങ്ങോട്ട് തുറന്നു. He opened the door. നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, കേൾക്കുന്നവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഇന്നു മുതൽ സംഭവിക്കണമെങ്കിൽ open your heart first. ഹല്ലേലൂയ. പ്രസംഗിക്കുന്നവന്റെ ക്വാളിഫിക്കേഷൻ നോക്കണ്ട, വേറൊരാളെ നീ ന്യായീകരിക്കാൻ നോക്കണ്ട, വേറൊരാളെ നീ വിധിക്കാൻ നോക്കണ്ട. ആദ്യം സ്വയം നന്നാകാൻ തീരുമാനിക്കുക. ഹല്ലേലൂയ. ആദ്യം സ്വയം എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരട്ടെന്ന് ദൈവത്തോട് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ, എന്റെ ദൈവമേ, എന്റെ ഹൃദയം നീ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഹൃദയം തുറന്നാൽ മാത്രമേ ചില ക്രിയകൾ തുടങ്ങാൻ പറ്റത്തുള്ളൂ. ചില ക്രിയകൾ ദൈവത്തിന്റെ സ്വന്തം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. Proverbs 4:23 വാക്യം ഒന്ന് വായിക്കാം. Book of Proverbs chapter 4 verse 23. Hallelujah. Above all else, guard your heart, for everything you do flows from it. നിന്റെ ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഹല്ലേലൂയ. ഇന്ന് നീ ഈ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നിന്റെ മനസ്സ് വേറെ എങ്ങോട്ടെങ്കിലും പോവാണെങ്കിൽ, ഈ ദൈവസന്നിധിയിൽ നീ ഇരിക്കുമ്പോൾ നിന്റെ മനസ്സ് വേറെ എങ്ങോട്ടെങ്കിലും സഞ്ചരിക്കാൻ പോവാണെങ്കിൽ, ദൈവത്തിന്റെ വചനം പറഞ്ഞ everything you do, it comes from your heart. ആമേൻ. നിന്റെ ഹാർട്ട് എവിടെ, നിന്റെ ഹൃദയം എവിടാണ് നീ ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്നത്? Where have you focused your heart? Where have you dedicated your heart? Hallelujah. ദൈവത്തിന്റെ വചനം പറയുന്നു, if you do anything, it comes from your heart. Hallelujah. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെങ്കിൽ ആദ്യം നമ്മുടെ അന്തരാത്മാവിൽ, in your inner soul, in your inner heart, ആദ്യം ഒരു മാറ്റം വരട്ടെ. ഹല്ലേലൂയ. ഒരു റിപ്പയർ നടക്കണമെങ്കിൽ നിന്റെ ഹൃദയം തുറന്നാൽ മാത്രമേ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തിന്റെ വചനം പറഞ്ഞു, ഞാൻ വാതിന്മേൽ മുട്ടുന്നു, എന്റെ ശബ്ദം കേട്ട് ആ വാതിൽ തുറക്കുന്നവന്റെ കൂടെ ഞാൻ ഭക്ഷണം, അല്ലെങ്കിൽ I will have dinner with them. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. നിന്റെ ഹൃദയത്തിൽ ദൈവം മുട്ടുന്നുണ്ട്. ആ ശബ്ദം കേട്ട് നിന്റെ ഹൃദയം ഇന്ന് തുറക്കുന്നാട്ടെ ഈ ദൈവജനം ഒരുമിച്ച്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ഹൃദയം തുറക്കുന്ന സമയം, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന്റെ വചനം വ്യക്തമാണ്. Everything you do, it flows from your heart.
ഹല്ലേലൂയ. ഇതിന്റെ വളരെ സ്പഷ്ടമായ ഒരു എക്സാമ്പിൾ നമുക്ക് വായിക്കാം. മത്തായി 19:21-22 വാക്യം. ഹല്ലേലൂയ. യേശു അവനോട്, സമ്പന്നനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക. എന്നാൽ സ്വർഗ്ഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. 22 വാക്യം. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ചു പോയി കളഞ്ഞു. ഹല്ലേലൂയ. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സ്റ്റോറിയാണ്. മത്തായി 19:21-22 വാക്യം. അതിന്റെ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. 16 വാക്യത്തിൽ ആ യൗവനക്കാർ വന്ന 16 വാക്യത്തിൽ യൗവനക്കാർ വന്ന ദൈവത്തോട് ചോദിക്കുന്നു, ആമേൻ സ്തോത്രം, ടീച്ചർ, what good thing must I do to get eternal life? ഹല്ലേലൂയ. 18 വാക്യത്തിൽ കർത്താവ് യേശു ക്രിസ്തു പറയുന്നു, you shall not murder, you shall not commit adultery, you shall not steal, you shall not give false testimony, honor your father and mother and love your neighbor as yourself. അത് കഴിഞ്ഞ് യൗവനക്കാര് ആമേൻ സ്തോത്രം 20 വാക്യത്തിൽ പറയുന്നു, ഇത് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, but what do I lack? 21 വാക്യത്തിൽ കർത്താവ് യേശു ക്രിസ്തു പറയുന്നു, if you want to be perfect, go sell your possessions and give to the poor and you will have treasure in heaven. Then come and follow me. ഇത് കേട്ട് യൗവനക്കാർ വളരെ വിഷമത്തോടെ വളരെ ദുഃഖത്തോടെ അവൻ തിരിച്ചു മടങ്ങിപ്പോയി. കാരണം he had great wealth. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. വെളിയിൽ നമുക്ക് അനേക കാര്യങ്ങൾ ചെയ്തു കാണിക്കാം. ഹല്ലേലൂയ. ഞാൻ നല്ലവനാണ്, ഞാൻ ഭയമുള്ളവനാണ്, ഞാൻ ഭക്തിയുള്ളവനാണ്. ആമേൻ കരങ്ങൾ അടിച്ച് ആമേൻ നിന്ന് നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും, കാണിക്കാൻ സാധിക്കും. പക്ഷെ നമ്മുടെ ഹൃദയ കാണുന്ന ദൈവത്തെ നീ അറിയുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ ഹൃദയമാണ് ദൈവം നോക്കുന്നത്. യൗവനക്കാരൻ പറഞ്ഞു, ഞാൻ ഇതെല്ലാം ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, എന്റെ മാതാപിതാക്കളെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, ഞാൻ കള്ളം പറയാറില്ല, ഞാൻ മോഷ്ടിക്കാറില്ല, ആരെയും ഞാൻ കൊന്നിട്ടില്ല. പക്ഷെ ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് എന്റെ കൈ ഉള്ളത് നീ പോയി ഹല്ലേലൂയ ബാക്കിയുള്ളത് കൊടുത്തിട്ട് നീ എന്റെ അടുത്ത് വാ. Then come and follow me. ഇത് കേട്ട് യൗവനക്കാർ നിരാശനായി തിരിച്ചു മടങ്ങിപ്പോയി. Why? He had great wealth. അവന്റെ ഹൃദയം എന്തിന്റെ മേളിലായിരുന്നു? ഹല്ലേലൂയ. അവന്റെ കയ്യിലിരിക്കുന്ന ആസ്തിയുടെ മേൽ, അവന്റെ കയ്യിലിരിക്കുന്ന പണത്തിന്റെ മേൽ. ഹല്ലേലൂയ. യേശുവിനെ അവന് വേണ്ട. ഹല്ലേലൂയ. എനിക്ക് അതും വേണം, എനിക്ക് ഇതും വേണം, രണ്ടും എനിക്ക് വേണം. No. But the word of the Lord says, if you want to follow me from your heart. ഹല്ലേലൂയ. നിന്റെ ഹൃദയം. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ഇത് കൂടി വായിക്കാം. ഹല്ലേലൂയ. മത്തായി ആമേൻ 6:21 വാക്യം. നിന്റെ നിക്ഷേപം എവിടാണോ അവിടെ നിന്റെ ഹൃദയം ഇരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇന്ന് മാറാൻ, ഇന്ന് ചേഞ്ച് ആകാൻ നിനക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ തീരുമാനം വരേണ്ടത് നിന്റെ ഹൃദയത്തിൽ നിന്നായിരിക്കണം. Hallelujah. It should come from your heart. Hallelujah. രണ്ട് ബോട്ടിൽ കാല് വെക്കാമെന്ന് ചിന്തിക്കണ്ട. You won't be able to survive for long. ഇവിടെ ഇരിക്കുന്നവർ എല്ലാവരും ഹൃദയം ഒന്ന് തുറന്നത്, ദൈവമേ സ്തോത്രം, open my heart and start repairing me, O Lord. ദൈവത്തിന്റെ ആലയം പണിയണമെങ്കിൽ, ദൈവത്തിന്റെ ആലയം റിപ്പയർ ചെയ്യണമെങ്കിൽ, first thing what Hezekiah did was to open the door of the temple. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. വാതിൽ തുറന്ന് കേറിയാണ് ആമേൻ സ്തോത്രം യെസ്കിയാവ് ദൈവത്തിന്റെ ആലയം പണിയാൻ തുടങ്ങിയത്. ഇതിന് പുറകെ ഒത്തിരി ദൂതുകളുണ്ട്. ഞാൻ പറയട്ടെ, ആ യൗവനക്കാരന് എല്ലാം വേണം, എല്ലാം ചെയ്യണം. പക്ഷെ അവന്റെ ഹൃദയം അവന്റെ വെൽത്തിന്റെ മേലിലായിരുന്നു. അവന്റെ ഹൃദയം തുടിക്കുന്നത് അവന്റെ വെൽത്തിന്റെ മേലിലായിരുന്നു. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഉള്ളതെല്ലാം നീ തിരിച്ചു വിട്ട് നീ ഹല്ലേലൂയ എന്നിലേക്ക് മടങ്ങി വാ. ഇത് കേട്ടുകൊണ്ടാണ് അവൻ നിരാശനായി മടങ്ങിപ്പോയത്. ബിക്കോസ് അവന്റെ നിക്ഷേപം എവിടാണോ അവിടായിരുന്നു അവന്റെ ഹൃദയം. That was his treasure. അതായിരുന്നു അവന്റെ ട്രഷർ. ഇന്ന് ഇവിടെ ഇരിക്കുന്നവർ ചിന്തിച്ചേ, ആമേൻ സ്തോത്രം, നിന്നെ ഭരിക്കുന്നത് എന്തുവാ? Hallelujah. What is driving you? Is it the Holy Spirit which is driving you, or is it the worldly desires which is driving you? Hallelujah. If it is the worldly desires which is driving you, the word of the Lord says, leave it. Open the heart for me and I will start repairing you.
Hallelujah. I will start repairing you in Jesus' name. Hallelujah. Amen. നമുക്ക് തിരിച്ച് ഹെസ്കിയാവിലോട്ട് സെക്കൻഡ് ക്രോണിക്കിൾസ് 29ാമത്തെ വാക്യത്തിലോട്ട് നമുക്ക് തിരിച്ചു വരാം. ആമേൻ. ഹെസ്കിയാവ് ഇതെല്ലാം ചെയ്ത ചിലവരെ അവിടെ നിയോഗിച്ചു. ആമേൻ. ദൈവത്തിന്റെ ആലയം തയ്യാറാക്കുവാൻ, പണിയുവാൻ. അവരെല്ലാം പണിത് കഴിഞ്ഞ്, അവരെല്ലാം റിപ്പയർ ചെയ്ത് കഴിഞ്ഞ് അതിന്റെ 16ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 16ാമത്തെ വാക്യം, വേഴ്സ് 16. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലയം പണിയാൻ തുടങ്ങിയപ്പോൾ അതിൽ ഒന്ന് മനസ്സിലാക്കണം, ഒരു 20 വർഷക്കാലം ഏകദേശം ഏഹാസിന്റെ സമയത്തിൽ ദൈവത്തിന്റെ ആലയം അടഞ്ഞിരിക്കുന്ന സമയത്തിൽ ഒന്ന് വിചാരിച്ചേ, അടഞ്ഞിരിക്കുന്ന ഭവനം, ഒരു 20 വർഷക്കാലം അടഞ്ഞിരിക്കുന്ന ഭവനം, 20 വർഷക്കാലം, ഏകദേശം 20 വർഷക്കാലം അടഞ്ഞിരിക്കുന്ന ഭവനത്തിനകത്ത് എന്തുമാത്രം പൊടി കാണും, എന്തുമാത്രം കോബ്വെബ്സ് കാണും, എന്തുമാത്രം വേണ്ടാത്ത ജന്തുക്കൾ കാണും അതിനകത്ത്, എന്തുമാത്രം കാണും, എന്തുമാത്രം പൊടി, എന്തുമാത്രം വേണ്ടാത്ത സാധനങ്ങൾ. ഒരു സമയത്തിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയ ദൈവത്തിന്റെ ആലയം 20 വർഷം അടഞ്ഞു കടന്നപ്പോൾ വേണ്ടാത്ത ജന്തുക്കളെല്ലാം കയറി, വേണ്ടാത്ത പൊടികളെല്ലാം കയറി. ആമേൻ, സ്തോത്രം. അത് 20 വർഷക്കാലം അതിനെ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്തുമാത്രം വേണ്ടാത്ത സാധനങ്ങൾ അവരുടെ കയ്യിൽ വന്നു. അവർ ചെയ്തത് എന്താന്ന് പറയാം, അതെല്ലാം ദൈവത്തിന്റെ ആലയത്തിന്റെ വെളിയിലോട്ട് കൊണ്ടു. They brought it out from the temple of God and Kidron Valley അവിടെ പോയി അത് ഇട്ടു. ചില ട്രാൻസ്ലേഷനിൽ നമുക്ക് വായിക്കാം അത് അവർ അവിടെ കത്തിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ചില സ്വഭാവങ്ങൾ, ചില രീതികൾ ദൈവം പണിയാൻ തുടങ്ങുമ്പോൾ, നിന്റെ ജീവിതത്തിൽ ദൈവം ബോധ്യം കൊണ്ടുവരുമ്പോൾ, അതുപോലത്തെ സ്വഭാവങ്ങൾ ആലയത്തിന്റെ കോർണറിൽ വെക്കാനല്ല പറഞ്ഞത്, അത് ആലയത്തിന്റെ പുറത്ത് കൊണ്ടുവരണം. Hallelujah. Flush it out from your body. Flush it out from your spirit. നമ്മൾ ചെയ്തത് പറഞ്ഞാൽ സ്വഭാവങ്ങൾ മാറ്റിവെക്കും. ദൈവത്തിന്റെ വചനം പറഞ്ഞു മാറ്റി വെക്കാനല്ല പറഞ്ഞത്, അത് എടുത്തു കളയാനാ പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഒരു തീരുമാനമെടുക്കും, ഞാൻ കള്ളം പറയില്ല. പക്ഷെ ചില സാഹചര്യത്തിൽ നീ കള്ളം പറയില്ല. ആവശ്യം വന്നാൽ ചില സാഹചര്യത്തിൽ നീ കള്ളം പറയും. ദൈവത്തിന്റെ വചനം പറഞ്ഞു, നീ കള്ളം പറയുന്നില്ല. തീരുമാനം എടുത്താൽ ഫ്ലഷ് ഇറ്റ് ഔട്ട്, ടേക്ക് ഇറ്റ് ഔട്ട്, ത്രോ ഇറ്റ് ഔട്ട്. ആമേൻ. ലേവ്യകാർ ചെയ്തതാ, ആലയത്തിന്റെ ഒരു കോർണറിൽ അവർ ചിലവരെ പറഞ്ഞില്ല, ദേ ഈ റൂം യൂസ് ചെയ്യുന്നില്ല, ഒരു കാര്യം ചെയ്യാൻ വെളിയിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആമേൻ മാസങ്ങൾ എടുക്കും. 20 വർഷം കടന്ന ഒരു ആലയമല്ലേ, ഒരു കാര്യം ചെയ്യാൻ ഈ റൂമിനകത്ത് തട്ടിയിടാമെന്ന് അവർ പറഞ്ഞില്ല. അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ they took it out from the temple of God. അതിനെ കൊണ്ടുപോയി കിദ്രോൺ വാലിയുടെ അവിടെ പോയി അതിനെ കുഴിച്ചിട്ടു. ചില ട്രാൻസ്ലേഷനിൽ പറയുന്നു അതിനെ കത്തിച്ചു കളഞ്ഞു. തിരിച്ചു മടങ്ങി വരാൻ പറ്റാത്ത പോലെ. ഹല്ലേലൂയ. തിരിച്ചു മടങ്ങി വരാൻ സാഹചര്യം അവർ തയ്യാറാക്കില്ല. They buried it, they burnt it in Jesus' name. ഇന്ന് ദൈവജനം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഹൃദയത്തിൽ ഭരിക്കുന്നുണ്ടെങ്കിൽ എന്റെ ദൈവം നിന്റെ ഹൃദയം തുറക്കുന്നു. ഹല്ലേലൂയ. വേണ്ടാത്ത സ്വഭാവങ്ങൾ, വേണ്ടാത്ത രീതികൾ അവൻ കണ്ടുപിടിച്ച് അവൻ നിന്റെ മുൻപേ കൊണ്ടുവരുമ്പോൾ പുരോഹിതന്മാർ അത് എടുത്ത് വെളിയിലോട്ട് കൊണ്ടുപോയി ചുമതല നിന്റേതാണ്. ഹല്ലേലൂയ. ഫ്ലഷ് ഔട്ട് ചെയ്ത ചുമതല നിന്റേതാണ്. നീ തീരുമാനമെടുക്കണം, ഞാൻ ഈ ആലയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ പോവാ അതിനെ. ഹല്ലേലൂയ. നീ തീരുമാനിക്കണം, എന്റെ ഈ ആലയത്തിൽ ഇനി അത് വേണ്ട, ഇനി ഞാൻ നിർത്താൻ പോകുക. തീരുമാനം നിന്റേതാണ്, ചെയ്യേണ്ടത് നീയാണ്. ഹല്ലേലൂയ. നിയോഗം ദൈവാത്മാവ് തരും. The Holy Spirit will tell you this is what should not belong in my temple. നിന്നെ അത് കാണിക്കുമ്പോൾ അതിനെ മാറ്റാൻ, അതിനെ കത്തിച്ചു കളയാൻ, അതിനെ കുഴിച്ചിടാൻ നീ ചില ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കണം. ദൈവജനമേ, come on people of God. Hallelujah. കിദ്രോൺ വാലി പോയി അവിടെ കത്തിച്ചു കളഞ്ഞു. ഈ സമയം വേണ്ടാത്ത ചിന്താഗതികൾ, ഈ സമയം ദൈവഹിതമില്ലാത്ത പ്രവർത്തികൾ, ഈ സമയം ദൈവഹിതമില്ലാത്ത സ്വഭാവങ്ങൾ, ഈ സമയം ദൈവഹിതമില്ലാത്ത ചില രീതികൾ നിന്റെ ജീവിതത്തിൽ, നിന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ നിമിഷം
നിമിഷം ഇറങ്ങി പോകട്ടെ. യേശുവേ ഗ്ലോറി ഹല്ലേലൂയ. അതിനെ റൂമിന്റെ കോർണറിൽ ഇടാനല്ല പറഞ്ഞത്. ഈ ആലയത്തിൽ അതിന് സ്ഥാനമില്ല. ദൈവത്തിന്റെ ആലയത്തിൽ ആ കച്ചറയ്ക്ക് സ്ഥാനമില്ല, ആ റബ്ബിഷിന് സ്ഥാനമില്ല, ആ ഗാർബേജിന് സ്ഥാനമില്ല. റൂമിന്റെ കോർണറിൽ വെക്കാതെ, നിന്റെ ഹൃദയത്തിന്റെ ഒരു കോർണറിൽ വെക്കാതെ, flush it out in Jesus' name. Hallelujah. Take it out in Jesus' name and burn it out in Jesus' name. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിശുദ്ധിയുള്ള സ്ഥലം. I am holy, so my people should be holy. Hallelujah, hallelujah, hallelujah. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തിനോട്, നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന റബ്ബിഷിന്റെ അപ്പുറത്ത് നിങ്ങൾ കടക്കുവോ? നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങൾ റബ്ബിഷ് കൊണ്ടുവന്ന് അതിന്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾ കടക്കുവോ? ചെയ്യുവോ? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. അങ്ങനെ എന്റെ വീട്ടിൽ കിടക്കുന്ന റബ്ബിഷ് എന്റെ ബെഡ്റൂമിൽ ഞാൻ കിടക്കുന്ന ബെഡിന്റെ തൊട്ടപ്പുറത്താണ് ഇട്ട് ഉറങ്ങുന്നത്. അങ്ങനെ ഉണ്ടോ? Then how do you expect the Holy Spirit to live besides the garbage of the world? Hallelujah. ചോദ്യം ഞാൻ ചോദിക്കുന്നു, എങ്ങനെ പിന്നെ നിങ്ങൾക്ക് ധരിക്കാം പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ വസിക്കുന്നു? ആ സമയത്തിൽ നിന്റെ ഹൃദയത്തിൽ ഈ ലോകത്തിന്റെ ഗാർബേജും ഉണ്ട്. Hallelujah. You cannot expect that. The Holy Spirit will not do that because the Spirit of the God is holy. Holy. Parishuddhatmav. It is holy. ഹോളിയുടെ മീനിങ് അറിയാമല്ലോ. ഞങ്ങൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ മാനസികമായി ഈ ലോകത്തിന്റെ ഗാർബേജിന്റെ അടുത്ത് നിനക്ക് കടക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ കാട്ടിലും എത്ര ഇമ്പോർട്ടന്റ് ആണ് the Holy Spirit of God. ഈ നിമിഷം ഇതുവരെ നീ അങ്ങനെ ചിന്തിക്കുവായിരുന്നെങ്കിൽ ഈ നിമിഷം പരിശുദ്ധാത്മാവ് എന്നെ ബോധ്യപ്പെടുത്തുന്നു. Take out the rubbish out. Take the rubbish out in Jesus' name. Hallelujah. Hallelujah. മാറ്റങ്ങൾ വരണം ഇനിയും. മാറ്റങ്ങൾ വരണം ഇനിയും. Hallelujah. അതിന്റെ അവന്റെ ആലയം നീയാ. അവന്റെ ആലയം ഞാനാ. അവൻ വസിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ വസിക്കാതിരിക്കുമ്പോഴാണ് ആമേൻ അനേക കാര്യങ്ങൾ നമ്മളെ എതിരേൽക്കുന്നത്. Yes, in Jesus' name, invite the Lord. Open your heart. അതാണ് പറഞ്ഞ ഹെസ്കിയാവ്. വാതിൽ തുറന്നു. വാതിൽ തുറന്നു. ഇന്ന് നിന്റെ ഹൃദയത്തിന്റെ സ്വന്തം വാതിൽ ഇന്ന് തുറക്കണം. ഇവിടെ നീ തിരിച്ചു മടങ്ങി പോകുമ്പോൾ ഒരു ഡിഫറെന്റ് പേഴ്സൺ ആയി മാറണം. Hallelujah. സ്തോത്രം. ആത്മാവിൽ ഹല്ലേലൂയ. ആമേൻ. സ്വന്തം ആരാധനയിൽ ദൈവജനം ഇരിക്കണം. ദൈവാത്മാവിനോട് പറയുന്നത് ചിലവരോട് ഞാൻ സംസാരിക്കാൻ പോകുകയാണ്. ആമേൻ. സ്തോത്രം. ചിലവരുടെ കണ്ണീര് ദൈവം കാണുന്നു. ആമേൻ. സ്തോത്രം. ദൈവാത്മാവ് പറഞ്ഞു ഞാൻ ഈ ചിലവരോട് സംസാരിക്കാൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കഴിഞ്ഞ 3-4 സൺഡേ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങിയിട്ട് ചിലവർ കണ്ടിട്ടുണ്ട്. ആമേൻ. The presence of God ഈ വിഷൻ കോളേജിൽ ഈ ഹാളിൽ ഇറങ്ങിയ ചിലവർ ഇവിടെ കണ്ടിട്ടുണ്ട്. എത്ര പവർഫുൾ ആയി ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ഹല്ലേലൂയ ഇടപെടൽ ഇവിടെ ഉണ്ടായിരുന്നു. ചിലവർ വിടുതൽ പ്രാപിച്ചു. ചിലവരുടെ ജീവിതത്തിൽ ദൂതുകൾ ദൈവം തന്നു. ചിലവരുടെ ദൈവം പ്രവചിച്ചു. ആമേൻ. സ്വന്തം ചിലവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുവാൻ ദൈവം ഒരു സാഹചര്യം തയ്യാറായി. സോ അതുപോലെ തന്നെ അതിനെക്കാട്ടിലും ഉപരിയായി ദൈവാത്മാവ് ശക്തമായി the Holy Spirit will talk today in Jesus' name. Amen. Hallelujah. ആ ഗാർബേജ് എല്ലാം അവൻ എടുത്ത് കളഞ്ഞപ്പോൾ കിദ്രോൺ വാലിയിൽ അതിനെ കുടിച്ചിട്ട് കത്തിച്ച് കഴിഞ്ഞപ്പോൾ അവരൊരു കാര്യം അവിടെ ചെയ്തു. അവർ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അതിന്റെ 28ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. The whole assembly bowed in worship while the musicians played and the trumpets sounded. All this continued until the sacrifice of the burnt offering was completed. ദൈവത്തിന്റെ ആലയത്തിൽ ഒരു യാഗം കൊടുക്കുമ്പോൾ
അവിടെ ആരാധന മുറുകിക്കൊണ്ടിരിക്കുവായിരുന്നു. There was worship going on. ഇന്നിവിടെ ഇരിക്കുന്ന ദൈവജനം, have you come here to offer a sacrifice to the Lord? ഇവിടെ വന്നത് ദൈവത്തിനൊരു യാഗം കൊടുക്കാനല്ലേ? വെറുതെ ടൈം പാസ് ചെയ്യാൻ ഇവിടെ ആരെങ്കിലും എഴുന്നേറ്റ് വന്നിട്ടുണ്ടോ? എനിക്ക് എന്റെ ജീവിതത്തിന്റെ 2.5 മണിക്കൂർ ഒന്ന് വേസ്റ്റ് ആക്കണം, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഗ്രേസ് വേ ചർച്ച് എന്നാ പോകാം, അങ്ങനെ ചിന്തിക്കുന്നവർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കൈപോക്കണ്ട. ഉണ്ടെങ്കിൽ നിങ്ങൾ ഹൃദയത്തിൽ തന്നെ ഒരു ആൻസർ പറഞ്ഞാൽ മതി. എനിക്ക് ഒരു പണിയില്ല, വീട്ടിൽ ചുറി കുത്തിയിരിക്കുന്ന കാട്ടുന്ന സമയത്ത് അവൻ ഇവിടെ വന്ന് ഞാൻ ടൈം പാസ് ചെയ്യാം, അങ്ങനെ ചിന്തിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇവിടെ വന്നവർ എന്തിനാ വന്നത്? ദൈവത്തിനൊരു യാഗം കൊടുക്കാൻ, ദൈവത്തിന് ഒരു സാക്രിഫൈസ് കൊടുക്കുവാൻ. എന്തുവാ സാക്രിഫൈസ്? യു യുവർസെൽഫ്. ആമേൻ. എന്തുവാ? ഒരു സമർപ്പണം. അതൊരു യാഗമാണ്. ഹല്ലേലൂയ. I submit myself to you, O Lord. ഹല്ലേലൂയ. അതൊരു യാഗമാണ്. അപ്പൊ യാഗം കൊടുക്കുന്ന സമയത്തിൽ ദൈവത്തിന്റെ ആലയത്തിൽ എന്തുവാ നടന്നത് പറഞ്ഞത്? അവിടെ ആരാധന മുഴങ്ങുമായിരുന്നു. Hallelujah. When you are offering a sacrifice to the Lord, amen, let your heart worship the Lord. അവിടെ ഒരു മൗനത ഇല്ല, അവിടെ ഒരു ശാന്തത ഇല്ല, അവിടെ ഒരു കൺഫ്യൂഷൻ ഇല്ല. So ഇവിടെ വായിക്കുന്നു, until the sacrifice was completed, the whole people in the temple of the Lord was worshiping the Lord. അപ്പൊ ഈ ഗ്രേസ് വേ ചർച്ചിൽ ഇരിക്കുന്നവർ, എന്റെ ഈ മെസ്സേജ് കേൾക്കുന്നവർ, നീ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ഒരു യാഗം എനിക്ക് തരാൻ പറ്റുന്ന സാക്രിഫൈസ് ഞാൻ തരുന്നു, എന്റെ സമയം ഞാൻ സാക്രിഫൈസ് ചെയ്തു, അങ്ങനെ സന്നിധിയിൽ വന്ന് ഞാൻ ഇരിക്കുന്നു. എന്റെ നാവുകളിൽ ഞാൻ കണിഞ്ഞാൽ വിട്ടു, ലോകത്തിന് വേണ്ടി ഇന്ന് ഞാൻ നാവുകൾ തുറക്കുന്നു. ആമേൻ. അങ്ങേക്ക് വേണ്ടി. It is a sacrifice. Hallelujah. അപ്പോൾ സാക്രിഫൈസ് കൊടുക്കുവാണെങ്കിൽ ആലയത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയ പോലെ ഇവിടെ ആരെങ്കിലും ഒരു യാഗം കൊടുക്കുന്നുണ്ടെങ്കിൽ അവൻ ദൈവാത്മാവിൽ ഞാൻ ഈ ദൈവസഭയോട് പറയട്ടെ, the presence of the Lord will fill this place. Hallelujah. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എത്ര പേർ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നു? ആമേൻ. കച്ചറകളെല്ലാം മാറ്റി കഴിയുമ്പോൾ ദൈവത്തെ നീ ആരാധിക്കാൻ തുടങ്ങും. കാരണം നിന്നെ ഭരിക്കുന്നത് ലോകത്തിന്റെ മോഹങ്ങളല്ല, നിന്നെ ഭരിക്കുന്നത് the spirit of the world അല്ല. നീ കച്ചറയെല്ലാം മാറ്റി കഴിയുമ്പോൾ നിന്നെ ഭരിക്കുന്നത് the Holy Spirit of God. Hallelujah. Amen. Amen. Hallelujah. ലോകം മാറി നിന്റെ ഹൃദയത്തിൽ വേറൊരാൾ സ്ഥാനമെടുക്കും. അതാരറിയാവോ? നീ അറിയുന്നുണ്ടോ അതിനെ? ആ പേരാണ് നസ്രേനായ യേശു എന്നത്. ലോകത്തിന്റെ കച്ചറ മാറി കഴിയുമ്പോൾ നിന്റെ ആലയം, നിന്റെ ഹൃദയം വിശുദ്ധമുള്ള സ്ഥലമാകുമ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്നു യേശു എന്ന ദൈവം. സിംഹാസനത്തിൽ ദൂതകൾ, ഹല്ലേലൂയ, ദൂതന്മാർ യേശു എന്ന നാമം വിളിക്കുന്ന നാമം നിന്റെ ഹൃദയത്തിൽ ഈ നിമിഷം ഭരിക്കാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്തിൽ സംഭവിക്കുന്നത്, you will start worshiping the Lord, you will start magnifying the Lord, you will start glorifying the Lord in Jesus name. Ori baba samdaravaragadagal sikadiragadante യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവർ ഗാർബേജ് എല്ലാം കളഞ്ഞു, വേസ്റ്റുകളെല്ലാം കത്തിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് വിശുദ്ധമുള്ള സ്ഥലത്തിൽ ഒരുമിച്ച് വന്ന ആമേൻ ദൈവത്തിന്റെ ദാസന്മാർ, ആമേൻ യെഹെസ്കേൽ എന്ന രാജാവ്, അവിടുത്തെ ദാസന്മാർ, അവിടുത്തെ ജനങ്ങൾ ഒരുമിച്ച് വന്ന് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമുണ്ട് ഇതിന്റെ പുറകെ. ഇത് മനസ്സിലായാൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലൂടെ നമുക്ക് കയറാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ ദൈവം ഇടപെട്ടത് യെഹെസ്കേലിന്റെ ഹൃദയത്തിലാണ് ആദ്യം. അതുകൊണ്ടല്ലേ വർഷത്തിന്റെ ആദ്യത്തെ മാസം, ഭരണമെടുത്ത ആദ്യത്തെ വർഷത്തിന്റെ ആദ്യത്തെ മാസത്തിൽ തന്നെ യെഹെസ്കേൽ ഒരു തീരുമാനമെടുത്തത്. ഇത് ഞാൻ എന്റെ ഭാവനയിൽ പറയട്ടെ. ഏഹാസിന്റെ മകനാണ് യെഹെസ്കേൽ. യെഹെസ്കേൽ എത്ര വയസ്സുണ്ടായിരുന്നു? 25 വയസ്സായിരുന്നു രാജാവായപ്പോൾ. അപ്പൊ അദ്ദേഹത്തിന്റെ പിതാവ് അന്യദൈവങ്ങളെ ആരാധിക്കുന്നത് യെഹെസ്കേൽ കണ്ടു കാണും. സ്വാഭാവികമായ ഭാവനയിൽ ഞാൻ പറയുവാണ്. പക്ഷെ അതിന്റെ ഉള്ളിലും
ആ ഹൃദയത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നത് ആരാ? കർത്താവായ ദൈവം, കർത്താവായ യേശു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വർഷത്തിന്റെ ആദ്യത്തെ മാസം തന്നെ ഒരു തീരുമാനമെടുത്തത്, I will stop what's happening over here and I will start praising the real God. ഹല്ലേലൂയ. യെഹെസ്കേലിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ദൈവം കൊണ്ടുവന്നു. അദ്ദേഹം പുരോഹിതന്മാരോട് പറഞ്ഞു, അവർ ഹല്ലേലൂയ സ്ഥലങ്ങളെല്ലാം ക്ലിയർ ആക്കി. സ്ഥലങ്ങൾ ക്ലിയർ ആക്കി കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ആരൊക്കെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി? അവിടെ ഉള്ളവരെല്ലാം, യെഹെസ്കേല്, പുരോഹിതന്മാര്, ജനങ്ങളും അവർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഇത് കഴിഞ്ഞ് വലിയൊരു സംഭവം അവിടെ നടന്നു. 31-ാമത്തെ അധ്യായം ആദ്യത്തെ വാക്യം ഒന്ന് വായിച്ചാൽ, 2 Chronicles 31 verse 1. വാക്യത്തിൽ നമുക്ക് വായിക്കാം, when all this had ended. എന്തുവാ ഇതെല്ലാം അവസാനം കഴിഞ്ഞപ്പോൾ, ഇതെല്ലാം ഫിനിഷ് ആയപ്പോൾ, എന്തോ ഫിനിഷ് ആയപ്പോഴാ? അവിടെ എന്തോ ഫിനിഷ് ആയപ്പോഴാ? ദൈവത്തെ സ്തുതിക്കുന്നത് കഴിഞ്ഞപ്പോൾ. സംശയമുള്ളതിനകത്ത് when all this had ended, ദൈവത്തെ ആരാധിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നു, ഇസ്രായേൽ അവിടുത്തെ ജനങ്ങൾ വെളിപോയി എല്ലാം കല്ലുകൾ, എല്ലാം വേണ്ടാത്ത തൂണുകളെല്ലാം അടിച്ചു പൊട്ടിക്കാൻ തുടങ്ങി. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് അരുളി ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ഇപ്പൊ പറയുക. ഇത് ഞാൻ പ്രിപ്പയർ ചെയ്ത കാര്യമല്ല, ഞാൻ ബുക്ക് കാണിച്ചാൽ വേണ്ടേ, ബുക്ക് ഞാൻ കാണിച്ചോളാം. ഇപ്പൊ എന്നോട് ദൈവാത്മാവ് സംസാരിക്കുന്ന ഒരു കാര്യം, അവിടെ ഹെസ്കിയാവ് ആണ്, ദൈവത്തിന്റെ ആത്മാവാണ് അത് ഹെസ്കിയാവിനോട് സംസാരിച്ചത്. സംസാരിച്ചു കഴിഞ്ഞ അദ്ദേഹം ലേവ്യ പുരോഹിതന്മാരോട് പറഞ്ഞു. അത് കഴിഞ്ഞ ജനങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അവിടെ വെച്ച് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിപ്പോൾ, അവിടെ വെച്ച് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിപ്പോൾ ആത്മാവിൽ നിങ്ങളാണെങ്കിൽ ആത്മാവിൽ നിങ്ങൾക്ക് ആ ദൂത് മനസ്സിലാകും. ആത്മാവിൽ നിങ്ങളാണെങ്കിൽ ആത്മാവിൽ ഈ ദൂത് നിങ്ങൾക്ക് മനസ്സിലാകും. ആമേൻ. ദൈവജനം ഒരുമിച്ച് ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഇസ്രായേലിന്റെ മേൽ വീണപ്പോൾ അവിടെ ഒരു ദാസന് പോലും സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കേണ്ട ആവശ്യം വന്നില്ല. ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ മേൽ ഇറങ്ങിയപ്പോൾ ആ ആരാധന കഴിഞ്ഞപ്പോൾ തന്നെ ദൈവാത്മാവ് ഇസ്രായേലിനോട് പറഞ്ഞു, go out and smash the poles. അവിടെ ഒരു ദാസൻ എണീച്ച് പ്രസംഗിച്ചില്ല, അവിടെ ഒരു ലേവ്യ പുരോഹിതൻ എണീച്ച് കൽപ്പിച്ചില്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങിയോണ്ട് ജനങ്ങളോട് ദൈവം ഡയറക്റ്റായി അവിടെ ഇടപെടാൻ തുടങ്ങിയ എത്ര പേര് ദൂത് മനസ്സിലാക്കുന്നു? The Spirit of the Lord spoke directly to the people when they started worshiping the Lord. അവർക്ക് മനസ്സിലായി ആലയത്തിൽ മാത്രം കച്ചറയല്ല, ദേശത്തിൽ കച്ചറയുണ്ട്. അവർക്ക് മനസ്സിലായി ആലയത്തിൽ ഗാർബേജ് ഇല്ല, ദേശത്തിൽ ഗാർബേജ് ഉണ്ട്. ആർക്കു വേണ്ടി നിൽക്കാതെ, ആരുടെ കൽപ്പനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ ഇസ്രായേൽ ഇറങ്ങിയ അന്യ ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ, അന്യ ദൈവത്തിന്റെ തൂണുകൾ അവർ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവർ അടിച്ച താഴെയിട്ടു. ഞാൻ പറയട്ടെ, നിനക്ക് തോന്നു കാണുമ്പോ ഈ ഗാർബേജ് മാത്രമുള്ളൂ എന്റെ ഉള്ളിൽ. പക്ഷെ ദൈവത്തിന്റെ ആലയത്തിൽ വന്ന് നീ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ അവൻ വേറെ ചില കച്ചറകൾ, വേറെ ചില ഗാർബേജുകൾ ദൈവം നിന്നെ വെളിപ്പെടുത്തി തരും. Come on, people of God. എത്ര പേർക്ക് മനസ്സിലായി? അവർ അതിനെ അവസാനിപ്പിച്ചതിനെ, ആ രീതികൾ അവരവിടെ അവസാനിപ്പിച്ചു. Yes, in Jesus' name. ആരാധിക്കുന്നവർ ദൈവത്തെ ഒന്ന് ആരാധിച്ച്. Yes, hallelujah. നിന്റെ ജീവിതത്തിൽ ക്രമമുണ്ടെങ്കിൽ ചിലവരുടെ ജീവിതത്തിൽ ക്രമമില്ല, ചിലവരുടെ ജീവിതത്തിൽ ക്രമം വന്നിട്ടില്ല. അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഇസ്രായേൽ ഇറങ്ങി ആ ദേശത്തിൽ ഇരുന്നവരുടെ അവിടെ ഇറങ്ങിയ ചില ഇസ്രായേലുകളുടെ
വീട്ടിൽ കയറിയ ചില കല്ലുകളെടുത്ത് മാറ്റിയ അമ്മേ ഞാൻ പറയട്ടെ അമ്മേ നിന്റെ ഭവനത്തില്ല നിന്റെ വീട്ടില്ല ചില വിഗ്രഹം ഇല്ലെങ്കിൽ അമ്മേ ചിലവർ നിന്റെ വീട്ടിൽ വന്ന് അത് എടുക്കുകയാണെന്ന അമ്മേ ഞാൻ പരിശുദ്ധാത്മാവേ അമ്മേ ഭരിക്കുന്നവർക്ക് അത് ചെയ്യാൻ സാധിക്കുക പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നവർക്ക് അത് ചെയ്യാൻ സാധിക്കുക അമ്മേ ഈ people of God if you submit to the Lord now ദൈവം നിന്നോട് ഇപ്പോൾ സംസാരിക്കും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ ദേശം ഇറങ്ങിയവിടെ ആ ദേശം ഇറങ്ങിയ 20 വർഷം അവിടെ ശൂന്യതയായിരുന്നെങ്കിൽ 20 വർഷം അവിടെ ശാന്തതയായിരുന്നെങ്കിൽ ആ ഒരു ആരാധന വെളിപ്പെട്ട് കഴിഞ്ഞപ്പോ ആ ദേശം ഇറങ്ങിയ ആരാധന വെളിപ്പെടുമ്പോൾ ചില ദുഷ്ടന്റെ പദ്ധതികൾ ഇറങ്ങും അവയെ സ്വന്തം എത്ര പേര് മനസ്സിലാക്കുന്നു ആ ജനം ആ ദേശം ഇറങ്ങി ഇസ്രായേൽ ഇറങ്ങിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും ആ ദേശത്തെ കവർ ചെയ്യാൻ തുടങ്ങിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും ആ ദേശത്തെ ടേക്ക് ഓവർ ചെയ്യാൻ തുടങ്ങിയ അവയെ നീ പ്രാർത്ഥിക്കുമ്പോൾ നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ചിലവരെ ദൈവം ടേക്ക് ഓവർ ചെയ്യാൻ പോവാ. Yes, amen. The Lord will take over you now. The Lord, amen. സ്തോത്രം, amen. നിന്നെ ഏറ്റെടുക്കാൻ പോവാ ദൈവം. ഓ നിക്കാന ദീന പാന ആരാധന ഇറങ്ങുന്നു ഇവിടെ ആരാധന മുഴങ്ങുന്നു ഇവിടെ. Yes, ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ സാന്നിധ്യം ശക്തമായി ഇവിടെ ഇടപെടുന്നു. നിക്കാന പാന ദീന. Yes, yes, yes. In Jesus' name, in Jesus' name, in Jesus' name. Yes, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലവരോട് ഇടപെടുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലവരോട് ഇടപെടുന്നു. അവൻ ആലയത്തിൽ വന്ന് ദൈവത്തെ സ്തുതിച്ച് കഴിഞ്ഞപ്പോൾ ആ ദേശം ഇളകിയ ആ ജനങ്ങൾ ഇളകിയ അവൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയ അതേ സമയത്തല്ല. അവൻ അതിനോട് താമസമില്ല, അതിനൊരു കലാവിധിയില്ല. അതേ സമയത്തല്ല ഞാനൊന്ന് പറയട്ടെ ഹൃദയം തുറന്ന അതേ സമയത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം ഇവിടെ ഉണ്ട്. അമേൻ. ഇസ്രായേൽ അവരുടെ ഹൃദയം തുറന്നപ്പോൾ ആലയം തുറന്നപ്പോൾ 20 വർഷം ദൈവത്തിന്റെ സാന്നിധ്യം ആലയത്തിന്റെ ഹൃദയം ആലയത്തിന്റെ വാതിൽ തുറന്നപ്പോൾ ഒറ്റ സെക്കൻഡിൽ ദൈവത്തിന്റെ ഗ്ലോറി ദൈവത്തിന്റെ ശെഖേന അവൻ ദൈവത്തിന്റെ കബോത്ത് അവൻ അവിടെ ഇറങ്ങിയ എത്ര പേര് മനസ്സിലാക്കുന്നു ഇവിടെ ഇറങ്ങിയ ദൈവത്തിന്റെ സാന്നിധ്യം എത്ര പേര് മനസ്സിലാക്കുന്നു എന്റെ മോനെ നീ മനസ്സിലാക്കുന്നു അവൻ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ അനുഭവിക്കുന്നു. Yes, yes, yes. അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ ഇറങ്ങി ദൈവത്തിന്റെ തേജസ്സുകൾ ഇറങ്ങിയിട്ടുണ്ട്. എത്ര പേര് മനസ്സിലാക്കുന്നു അതിനോട്ട് പ്രതികരിച്ചാട്ടെ അതിനോട്ട് പ്രതികരിച്ചാട്ടെ. Come on, interact with the Spirit of God. Interact with the Spirit of God. Speak to the Spirit of God. Open your heart. He is talking to you right now. Ask him questions. Ask him doubts. Ask him what is the real thing I should do. Ask him right now. ദൈവത്തോട് സംസാരിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഇവിടെ ഇരിക്കുന്നവർ സംസാരിക്കുക. മൗനമായി ഇരിക്കാതെ open your heart and ask him questions. Open your heart. Yes, 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 in Jesus' name. Yes, ആരാധിച്ചു. Yes, yes, hallelujah. എല്ലാം കല്ലുകൾ പൊട്ടിയ എല്ലാ ഇരുമ്പ് കൊടാങ്ങൾ അടിച്ചു താണ്ടിട്ടോവന് ആമേൻ. സ്തോത്രം. ഒരു പ്രാവശ്യം ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ സംഭവിച്ച കാര്യമായിട്ട് അപ്പൊ ഞാൻ പറയട്ടെ എല്ലാ ദിവസവും ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കുന്നവരുടെ ജീവിതത്തിൽ എന്തൊരു അത്ഭുതം ദൈവമായിരിക്കും. എന്തുമാത്രം അത്ഭുതം ദൈവമായിരിക്കും. Oh, Jesus' name. Oh, Jesus' name. സ്തോത്രം. Hallelujah. അത് കഴിഞ്ഞ് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നിന്നില്ല അവിടെ. ഇമാജിൻ 20 വർഷം ഏഹാസിന്റെ സമയത്ത് അവരുടെ ജീവിതത്തിൽ ആ അധ്യായം വീട്ടിൽ പോയി വായിക്കണം. 28 go home and read
chapter 28. Ahaz ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത്, when Ahaz was ruling the kingdom, ദൈവത്തിന് ഹിതമില്ലാത്തത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പരാജയം മാത്രമായിരുന്നു ഇസ്രായേലിന് കാണാൻ പറ്റിയത്. All what Israel could see was that they were getting defeated by other kingdoms. Ahaz ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവമില്ല, no God, my God, എന്തൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്രായേൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. They were getting defeated. എത്ര വലിയ സൈന്യമാണെങ്കിലും അവർക്ക് മറ്റ് രാജ്യത്തെ സൈന്യക്കാരെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. പക്ഷെ ഇവിടെ ഹെസ്കിയാവ് സത്യദൈവത്തെ അറിഞ്ഞ് ദൈവത്തിന്റെ ആലയം പണിത് ആ ദേശത്ത് ഒരു റൂൾ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി. ആദ്യത്തത് അവരെല്ലാം പോയി കല്ലുകളെല്ലാം തല്ലിപ്പൊട്ടിച്ചു. അത് കഴിഞ്ഞ് ഉടനെ സെനാചെരീബ് എന്ന് പറഞ്ഞ ഒരു രാജാവ്, അസ്രിയ രാജാവ്, 32ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാം, 32ാമത്തെ അധ്യായത്തിൽ വായിക്കാം. സെനാചെരീബ്, the king of Syria, ഇസ്രായേലിന്റെ അഗേൻസ്റ്റ് വന്നു, അവരെ തോൽപ്പിക്കാൻ അവരുടെ അഗേൻസ്റ്റ് വന്നു. അവർക്ക് മനസ്സിലായി കാണും ഇസ്രായേൽ പരാജയപ്പെട്ടവരാണ്. They are a defeated kingdom. എത്ര ചൈനീസ് സൈന്യം വന്നാലും അവരെ ഈസി ആയിട്ട് തോൽപ്പിക്കാം. അതുപോലെ സെനാചെരീബിന് ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്റെ എതിരെ നിൽക്കാൻ പറ്റുമോ? സെനാചെരീബ് ഹെസ്കിയാവിനോട് പറയുക, നീ എന്തോ കണ്ടേ നിഗളിക്കുന്നേ? നീ എന്റെ പട്ടാളത്തിൽ നിന്ന് നോക്കിക്കേ, ഞാൻ ഏതൊക്കെ ദേശത്തിൽ ഞാൻ പോയോ അവരുടെ ദൈവമൊന്നും എന്നെ തൊടാൻ പോലും സാധിച്ചില്ല. അപ്പോഴാണ് നീ 32ാമത്തെ അധ്യായത്തിൽ വായിക്കണം കേട്ടോ, വീട്ടിൽ പോയി. He's actually threatening them. നീ എന്തോ കണ്ട നീ അഹങ്കരിക്കുന്നേ? എന്നെ നോക്ക, എന്റെ സൈന്യത്തെ നീ നോക്ക, അതിന്റെ പവർ നീ നോക്ക. അവിടെ ഹെസ്കിയാവ് 7ാമത്തെ വാക്യം 8ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 32 7ഉം 8ഉം ഒന്ന് വായിച്ചു. Hallelujah. സെനാചെരീബിനോട് അഗേൻസ്റ്റ് വരുന്ന ആർമീസിനോട് ഹെസ്കിയാവ് അവന്റെ ജനത്തിനോട് പറയാ, പേടിക്കരുത്. ഒന്ന് വിചാരിച്ചോണം കേട്ടോ, ആലയം പണിത് കഴിഞ്ഞ് സ്വന്തം ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് ഫ്രഷ് ആയിട്ട് നിൽക്കും. അവര് ദൈവത്തിന്റെ പ്രവൃത്തി അവർ കാണാൻ തുടങ്ങി. ദൈവത്തിന്റെ പ്രവൃത്തി അനുഭവിക്കുന്നവർ, ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ തുടങ്ങിയവർ, ഒരു പ്രാവശ്യം അനുഭവത്തിൽ നിന്നാലുണ്ടല്ലോ, നിന്റെ എത്ര വലിയ സൈന്യം വന്നാലും നീ പതറില്ല. Hallelujah. Amen. ഞാൻ ഈ ജീവിതത്തിൽ വീണ്ടും പറയട്ടെ, once you have experienced the mighty hand of God working in your life, അത് കഴിഞ്ഞിട്ട് no matter whoever comes against you, you will not move, you will not be shaken. പതറില്ല. ഹെസ്കിയാവ് പറഞ്ഞു, അവരുടെ കൂടെ മാംസമുള്ള സൈന്യം, അവരുടെ കൂടെ സ്തോത്രം ചോര ഒഴുകുന്ന, ഹല്ലേലൂയ, ചോര റൺ ചെയ്യുന്ന മാനസികമായ പട്ടാളം. പക്ഷെ നമ്മുടെ കൂടോ the Lord our God. ആമേൻ. നമ്മുടെ കൂടോ the Lord our God. ആമേൻ. അത് കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ഇതും പറഞ്ഞു, അവൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മളെ ബാറ്റിൽ ഫൈറ്റ് ചെയ്യാൻ നമ്മുടെ ദൈവം നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഒരു ജീവിതത്തിൽ രൂപാന്തരം വന്നാൽ, ഒരു ജീവിതത്തിൽ ചേഞ്ച് വന്നാൽ, ആ ദേശത്തിലുള്ള മാറ്റം ഒന്ന് നോക്കിക്കേ. മനുഷ്യന്റെ മേൽ ആശ്രയിക്കുന്നത് നിർത്തി ഇനി ആശ്രയം ദൈവത്തിന്റെ മേൽ. ഹല്ലേലൂയ. മാനസികമായ ഹല്ലേലൂയ ആശ്രയം നിർത്തി ദൈവത്തിന്റെ മേൽ ആശ്രയിക്കാൻ തുടങ്ങി. ഞാൻ പറയട്ടെ, ഇതെങ്ങനെ സാധിക്കുന്നത് അറിയാം? നിന്റെ ഹൃദയത്തിലുള്ള ഗാർബേജ് എല്ലാം മാറ്റിയാൽ, നിന്റെ ഹൃദയത്തിലുള്ള റബ്ബിഷ് എല്ലാം മാറ്റി ദൈവം ഒരു ചേഞ്ച് കൊണ്ടുവരുമ്പോൾ നിന്റെ കാഴ്ചപ്പാട് ചേഞ്ച് ആകും, നിന്റെ വിഷൻ ചേഞ്ച് ആകും, നിന്റെ ഫോക്കസ് ചേഞ്ച് ആകും. You will be a different man, you will be a different woman, you will be a different child.
പറഞ്ഞുകൊണ്ട് ആമേൻ സ്തോത്രം ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അവിടെ ഒരു അത്ഭുതം നടന്നു. ആമേൻ ഇസ്രായേലിൽ പോയി ഫൈറ്റ് ചെയ്തില്ല, പക്ഷെ ഇസ്രായേലിന് വേണ്ടി ഫൈറ്റ് ചെയ്ത ഒരു ദൈവം അവിടുണ്ട്. ഹല്ലേലൂയ. നമുക്ക് അതിന്റെ ഹല്ലേലൂയ 21-ാമത്തെ വാക്യം വായിക്കാം. മതി. 21-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ യഹോവ ഒരു ദൂതനെ അയച്ചു. He sent an angel. He sent an angel. ഒരു ദൂതനെ ദൈവം അയച്ചു. ഹല്ലേലൂയ. ആ ദൂതൻ ശരിക്കും വായിച്ചാൽ, വേറെ ട്രാൻസ്ലേഷൻ വായിച്ചാൽ 1,85,000 സൈന്യങ്ങളെ അടിച്ച് താഴെയിട്ടു. ഒരു ദൂതൻ, one angel, and highlighted 185,000 people. Amen. Amen. സ്തോത്രം. സങ്കീർത്തനം 30 ആമേൻ സ്തോത്രം ഹല്ലേലൂയ 4-ാമത്തെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. Amen. The angel of the Lord encamped around those who fear him. അവനെ ഭയക്കുന്നവർ, അവനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരു ദൂതനെ കൽപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആമേൻ. ദൈവജനമേ, ഞാൻ പറയട്ടെ, അവിടെ ജീവിതത്തിൽ മാറ്റം വന്നപ്പോൾ സ്വർഗ്ഗം തുറന്നു. Yes, hallelujah. സ്വർഗ്ഗം തുറന്ന് ഹല്ലേലൂയ അനുഗ്രഹിക്കുവാൻ ആമേൻ സ്തോത്രം ദൈവം തുടങ്ങി. ആമേൻ. നിന്റെ ജീവിതത്തിൽ നീ മാറ്റം കൊണ്ടുവന്നാൽ ആമേൻ സ്തോത്രം ദൈവസഭയോട് ഞാൻ ദൂത് പറയട്ടെ. ആമേൻ സ്തോത്രം. നിന്റെ ജീവിതത്തിൽ പരാജയം, നിന്റെ ജീവിതത്തിൽ ഭാരം, അതുപോലത്തെ വിഷയമുണ്ടെങ്കിൽ നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകത്തിന്റെ മോഹങ്ങൾ, ലോകത്തിന്റെ കാര്യങ്ങൾ എല്ലാം നീ കത്തിച്ച് കളയുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ കുടുംബ ജീവിതത്തിൽ, ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങും. നീ വിരൽ അനക്കേണ്ട ആവശ്യമില്ല, നീ നടക്കേണ്ട ആവശ്യമില്ല, നീ ഓടേണ്ട ആവശ്യമില്ല. പക്ഷെ നിൽക്കുന്ന സ്ഥാനത്തിൽ മുട്ടുമടക്കി നീ പ്രാർത്ഥിച്ചാൽ സ്വർഗ്ഗം തുറക്കും. സ്വർഗ്ഗം തുറന്നാൽ മാത്രം ഇരിക്കുന്നില്ല, ഒരു ദൂതനെ ദൈവം അയക്കും. അയച്ചാൽ അവൻ വെറുതെ അവിടെ ഇരിക്കുന്നില്ല. ദൈവം ദൂതനോട് കൽപ്പിച്ച കാര്യം നിന്റെ കണ്ണിന്റെ മുൻപ് അത് നടക്കാൻ തുടങ്ങും. ആമേൻ. മനുഷ്യന് അസാധ്യം, ദൈവത്തിന് സാധ്യം. ഒരു മനുഷ്യന് 1,85,000 പേരെ ആമേൻ കൊല്ലുവാൻ സാധിക്കുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയാൽ 1,85,000 അല്ല, 5,00,000 ജനങ്ങൾ മുൻപിൽ നിന്നാലും ആമേൻ ദൈവത്തിന്റെ ആമേൻ കൽപ്പന കൊണ്ട് നിൽക്കുന്ന ദൂതന നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുക. അതാ ദൈവത്തിന്റെ വചനം പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവർ, എന്നെ മാനിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു ദൂതനെ കൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ചില സ്വഭാവങ്ങൾ മാറ്റണം, ചില രീതികൾ മാറ്റണം. ഹല്ലേലൂയ. നമുക്കിപ്പോ അറിയാം ഒരു കാര്യം, നമുക്ക് നല്ലോണം അറിയാം. നമ്മൾ ഒത്തിരി ഫോളോ ചെയ്യുന്ന ചില പേരുണ്ട്. ഒത്തിരി അവർ പറയുന്ന വാക്കുകൾ, അവർ നടക്കുന്ന വഴികൾ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യും. ഡയറക്റ്റ് ആണെങ്കിലും ഇൻഡയറക്ട്ലി ആണെങ്കിലും നമുക്ക് ചില ഐഡൽസ് ഉണ്ട്, അല്ലെ? നമ്മളിപ്പോ ഷോ കേട്ടിട്ടല്ലേ, ഇന്ത്യൻ ഐഡൽ പാട്ടൊക്കെ പാടുന്നു. ഇന്ത്യൻ ഐഡൽ, വാട്ട് ഡസ് ദാറ്റ് മീൻ? ഐ ഫോളോ ദാറ്റ് പേഴ്സൺ. അവന്റെ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, അവന്റെ രീതികൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, അവന്റെ ചിന്താഗതികൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ദൈവത്തിന് അധികാരം വെച്ച് കേൾക്കുന്നവരോടും ഇവിടെ ഇരിക്കുന്നവരോടും ഞാൻ പറയട്ടെ, അതുപോലത്തെ ഐഡൽസ് മാറ്റണം. You should not have those idols. അയ്യോ സജിത്തെ, ഇച്ചിരി കടുപ്പമല്ലേ, ഞാൻ ജസ്റ്റ് നോക്കുന്നേ ഉള്ളൂ, ഞാൻ ജസ്റ്റ് ഫോളോ ചെയ്യുന്നേ ഉള്ളൂ. ഈ കാര്യം ഞാൻ ഇന്നലെ ഭവനത്തിലായിരുന്നപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ദൈവാത്മാവ് എന്നോട് അപ്പൊ തന്നെ എന്നോട് സംസാരിച്ചു.
ദൈവം ഇത് നമ്മുടെ ആഗ്രഹിക്കുന്ന തെറ്റാണ്. You should not follow any other god. You should not make any idols. Idols in the sense it could be anything. A rock star, pop star, actor, anybody. ദൈവം പറഞ്ഞു you should not have any idols. Those are idols. It is idol worship. അവൻ ചെയ്യുന്നത് നീ ചെയ്യും, അവൻ ധരിക്കുന്ന വസ്ത്രം നീ ധരിക്കും, അവൻ നടക്കുന്ന പോലെ നീ നടക്കും, അവൻ സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കും. It's idol, right? നീ അവനെ നീ ഫോളോ ചെയ്യുക. അപ്പൊ ദൈവം പറഞ്ഞു, അപ്പൊ എന്നോട് ദൈവാത്മാവ് ശക്തമായി ഇടപെട്ടു. ഇത് ദൈവം നിന്റെ ചോദിക്കുന്നത് തെറ്റാണോ സജിത്തെ? He's giving me an answer. എന്റെ ഭാവനയിൽ ആ സമയത്ത് ദൈവാത്മാവിനോട് സംസാരിക്കുക. ആ സമയത്ത് കേട്ടോ, he was talking to me. Imagine സജിത്തെ, imagine ഈ ലോകത്തിന്റെ പാപം ഇത്ര പെരുകുമ്പോൾ, when the world was full of sin. ഇത് ഭാവനയാണ്, വചനത്തിൽ എഴുതിയിട്ടില്ല. ഇത് എന്നോട് പരിശുദ്ധാത്മാവ് പറയുക. ഇമാജിൻ ഈ ലോകത്തിന്റെ പാപം ഇങ്ങനെ പെരുകുമ്പോൾ, ഇത്ര ഫുൾ ആകുമ്പോൾ, ദൈവം അബ്രഹാമും മോശയും അവിടെ എല്ലാവരും ഉണ്ടല്ലോ, അവരുടെ കൂടെ ദൈവം ഒരു സംസാരം, ഒരു ഡിസ്കഷൻ അവരെ വിളിച്ചു. അബ്രഹാമേ, മോശെ, ഇസഹാക്കെ, യാക്കോബെ, ഇങ്ങോട്ട് വന്നേ. ഭാവനയിൽ പറയുവാണ്, നിങ്ങൾ ഇത് കണ്ടല്ലോ, എന്തുമാത്രം ഹോമയാഗം നടത്തി, എന്തുമാത്രം സാക്രിഫൈസസ് ചെയ്തു. എന്നിട്ടും ഈ ജനങ്ങളെ നോക്കിക്കേ, they are not living things. എപ്പോഴും പിടിച്ചു വെക്കുക. എനിക്ക് ഇവരെ നശിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല, കാരണം ഞാൻ സൃഷ്ടിച്ചു പോയില്ല അവരുടെ പിതാവല്ലേ ഞാൻ. അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുക്കുക. അപ്പൊ അബ്രഹാമേ, മോശെ, ഇസ്ഹാക്ക്, യാക്കോബേ, ഞാൻ ഒരു തീരുമാനം എടുക്കുക. അവിടെ ഇരിക്കുന്ന കണ്ടോ, എന്റെ സ്വന്തം പുത്രൻ, അവനെ ഞാൻ അയക്കാൻ പോവാ താഴോട്ട്, ഭൂമിയിൽ ഞാൻ അയക്കാൻ പോവാ. എന്തിനാ? അവർ ചോദിച്ചു, എന്തിനാ? അവർക്ക് വേണ്ടി ഒരു യാഗമായി മാറും. അവനെ ഭാവനയായിട്ടോ, അവൻ ക്രൂശിൽ മരിക്കും, അവനെ ഉയർത്തും. ഈ ചാട്ടവാറും ഈ വേദനകളും ഈ തുപ്പലും എല്ലാം അവൻ സഹിക്കും. ഇതെന്റെ ഹിതമാണ്, കാരണം ഞാൻ ഇവരെ അത്രമാത്രം സ്നേഹിച്ചു പോയി. അപ്പൊ അബ്രഹാം, ഇസാക്കും, മോശയും യാക്കോബും പറഞ്ഞാണ്, ദൈവമേ, സാറാഫുകൾ ആരാധിക്കുന്ന, ഞങ്ങൾ ആരാധിക്കുന്ന എന്റെ യേശുവിനെ അങ്ങ് താഴെ വിടുവാണോ? അങ്ങക്ക് എങ്ങനെ സാധിക്കും? അപ്പൊ സ്വർഗത്തിൽ വലിയൊരു ഡിബേറ്റ് നടന്നതാണ്. ഒന്ന് വിചാരിച്ചു, ഒരാളുടെ ചെവിയിൽ ഒരു ന്യൂസ് കയറിയാൽ ലോകം മുഴുവൻ അറിയും. അതല്ല മനുഷ്യന്റെ സ്വഭാവം. അപ്പൊ ഒന്ന് വിചാരിച്ചേ, ഈ 4 പേരോട് പറഞ്ഞത് എവിടോ ന്യൂസ് ലീക്കായി, മൊത്തം സ്വർഗം അതറിഞ്ഞു. ദൂതന്മാർ എന്തുമാത്രമുണ്ട്? ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ, കോടികൾ ദൂതന്മാർ. ഇത് ന്യൂസ് എല്ലാം അവർ അറിയുന്നു. നമ്മുടെ കർത്താവ് യേശുവിനെ വിടുന്നോ? ഈ അടി കൊള്ളാൻ പോവാണോ? ഈ ചാട്ടുവാൽ കൊള്ളാൻ പോവാണോ? തുപ്പല് കൊള്ളാൻ പോവാണോ ഈ മനുഷ്യന് വേണ്ടി? എന്റെ ദൈവമേ, വെയിറ്റ് ചെയ്യേ, ഞാൻ പോവാം. ഇവരെല്ലാം ദൈവത്തോട് പറഞ്ഞാണ്, കർത്താവിനോട് പറഞ്ഞാണ്, ദൈവമേ വെയിറ്റ് ചെയ്യേ, ഞാൻ പോവാം, അങ്ങക്ക് വേണ്ടി ഞാൻ പോവാം, ഞാൻ പോവാം, ഞാൻ പോവാം. ഈ കോടി ദൂതന്മാരും ഈ കോടി ദാസന്മാരും, എന്റെ ദൈവമേ എങ്ങനെയെങ്കിലും അങ്ങ് ഞങ്ങളെ അയക്കാൻ, ഞാൻ അടി കൊള്ളാം. ഈനൊക്കെ പറഞ്ഞാണ്, ദൈവമേ ഞാൻ ഇപ്പോഴും ഉണ്ടല്ലോ ഇവിടെ, ഞാൻ മരിച്ചിട്ടില്ലല്ലോ. ലോകം വെച്ച് നോക്കുമ്പോൾ ഞാൻ മരിച്ചിട്ടില്ല. എന്നെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും പദ്ധതി വെച്ച് എന്നെ അങ്ങോട്ട് അയക്കാൻ, ഞാൻ പോകാം. ദൈവം പറഞ്ഞു, നോ, ഞാൻ തീരുമാനിച്ചു, എന്റെ യേശുവെ, എന്റെ മോനെ ഞാൻ വിടാൻ പോവാ. അപ്പോൾ പറഞ്ഞാണ്, ദൈവമേ അങ്ങക്ക് വേറെ യേശു മാത്രമല്ലേ ഉള്ളൂ, വേറെ മകനില്ലല്ലോ. ഈ യേശു പോയാൽ ഈ ചാട്ടുമാരൊക്കെ കൊല്ലാൻ എന്ത് ചെയ്തു യേശു? അവർ പറഞ്ഞാണ്, അങ്ങനെ ഈ കൊട്ടാരത്തിൽ ഏതെങ്കിലും ദാസനെങ്കിലും വിട, ഏതെങ്കിലും വേലക്കാരനെങ്കിലും വിട. കർത്താവ് പറഞ്ഞു, നോ, ഞാൻ എടുത്തു തീരുമാനം, ഞാൻ എന്റെ മകനെ അയക്കുക. എന്തിന് കർത്താവേ, എന്തിന്? ഞാൻ ഇവരെ സ്നേഹിക്കുന്നു. ദൈവമേ, വേറെ ആരെങ്കിലും വിട, ഞാൻ പോവാ. ഞാൻ പോന്നു, ഞാൻ പറഞ്ഞ അനുസരിച്ചോണം. ഇത് ഭാവനയില്ല, ഇതിനോട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, ഇത് കേട്ടോണ്ടിരിക്കുക. നിങ്ങൾ എന്റെ ആ ഒരു എൻവയറമെന്റ് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ വെറുതെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുവല്ല അവിടെ, ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ നാളത്തെ വചനത്തിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കും ദൈവത്തോട്. അപ്പൊ ദൈവനോട് ഞാൻ അങ്ങനെ പ്രസംഗം റെഡിയാക്കുന്നത്. അപ്പൊ ദൈവം എന്നെ ആ കാഴ്ച കാണും. എന്തുമാത്രം ഡിബേറ്റുകൾ, ദിവസങ്ങൾ, വർഷങ്ങൾ, മാസങ്ങൾ ഡിബേറ്റ്. ദൈവം പറഞ്ഞു, ഞാൻ ഒരു തീരുമാനം എടുത്തു, എന്റെ പുത്രനെ ഞാൻ അയക്കുക. ഫിനിഷ്, എൻഡ് ഓഫ് ടോപ്പിക്, കഴിഞ്ഞു.
ഇങ്ങനെ ഇരിക്കുന്ന യേശു, ഇങ്ങനെ മഹത്വത്തിൽ ഇരിക്കുന്ന കർത്താവ് മനുഷ്യന് വേണ്ടി, നമുക്ക് വേണ്ടി അവന്റെ സ്വന്തം പുത്രനെ അയച്ചു, മരിച്ചു, ഉയർത്തെണീറ്റു. ഇത്ര സ്നേഹിക്കുന്ന ദൈവം നിന്നോട് ചോദിക്കുക, എടാ ഞാനല്ലാതെ വേറൊരാള് നിന്റെ ജീവിതത്തിൽ പാടില്ല ഐഡലായിട്ട്. തെറ്റാണോ? ഈ സ്റ്റോറി ഒന്ന് ഓർത്തോണം. Is he wrong in asking you that? ഈ ഐഡൽസ്, നീ അവരെ കാണാൻ വേണ്ടി സ്റ്റേജിൽ കയറി നിൽക്കും, അവരെ കാണാൻ വേണ്ടി ഇടിയും തൊടിയും വേർപ്പും ചൂടും വെയിലും എല്ലാം കൊള്ളും. നിന്നെ അവർ നോക്കി ചിരിക്കും പോലും ചെയ്യൂ? ഇല്ല. നീ അവർക്ക് വേണ്ടിയാണോ ഈ ജീവനുള്ള ദൈവത്തെ നീ വിടുന്നത്? അവർ എന്ത് ചെയ്തു നിന്റെ ഇത്ര സമയം നീ കൊടുക്കുവാൻ? നിന്റെ ജീവിതത്തിൽ അവർ എന്ത് ചെയ്തു നീ അവർക്ക് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുവാൻ? ദൈവം കർത്താവ് യേശു ക്രിസ്തു ഒരു വാക്ക് പറഞ്ഞാൽ 1000-10,000 കോടി ദൈവദൂതന്മാർ ദൈവത്തിന് വേണ്ടി ഇറങ്ങും. ആ ദൂതന്റെ ഒരു ദൂതൻ കാണിച്ച പരിപാടിയാ 1,85,000 പേര് ഒറ്റയടിക്ക് കൊണ്ടുപോയത്. അപ്പൊ കോടി ലക്ഷങ്ങൾ ദൂതന്മാർ വന്നാലും അപ്പൊ ഈ ദൈവം പറയുന്നു, you shall not have any other god than me. Do not worship any other idol. You shall honor your father and your mother. ഇങ്ങനെ പറഞ്ഞ ദൈവത്തെ അനുസരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഈ സ്റ്റോറി ഒന്ന് ചിന്തിച്ച് സ്വർഗം ഇളകി കാണും ആ തീരുമാനത്തിൽ. ഞാൻ ഭാവനയിൽ പറയാട്ടോ, അത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കും, അത്രമാത്രം. അതിനാ അങ്ങോട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരിക്കലും നമുക്ക് അളക്കാൻ പറ്റത്തില്ല. You cannot never ever gauge the depth of his love. You cannot ever gauge the depth of his love. Hallelujah. എന്നിട്ട് മുട്ടും മടങ്ങി ഹെസ്കിയാവ് തിരിച്ചു വന്നപ്പോൾ ഹല്ലേലൂയ സ്വർഗം തുറന്നു അവിടെ. ഹല്ലേലൂയ. അപ്പൊ ദൈവജനമേ സ്തോത്രം. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയായിരിക്കും? അപ്പൊ ഒന്ന് വിചാരിച്ച്, രീതികളൊക്കെ മാറ്റി വെച്ചാൽ, ഗാർബേജ് എല്ലാം മാറ്റിയാൽ, റബിഷ് എല്ലാം കത്തിച്ച് കളഞ്ഞാൽ, how pleased will be God for you. Hallelujah. Amen. മനുഷ്യനെതിരെ നിന്നാലും അവൻ ജയിക്കത്തില്ല. You will say they are an army of flesh. ജഡം കൊണ്ടുണ്ടാക്കിയവർ. പക്ഷെ എന്റെ കൂടെയോ സൈന്യത്തിന്റെ അധിപതൻ, എന്റെ കൂടെയോ the Lord my God. ഞാൻ പേടിക്കില്ല, ഞാൻ ഭ്രമിക്കില്ല, ഞാൻ ഭയക്കില്ല. ഹല്ലേലൂയ. എന്റെ ദൈവം എന്റെ കൂടെ ഉള്ളതിനാൽ, എന്റെ കൂടെ എന്റെ ദൈവം ഉള്ളതിനാൽ. അപ്പൊ ഇന്ന് ഈ ദൈവസഭ കേൾക്കുന്നവർ, you know what is the rubbish in your life. You know what garbage are you carrying in your life. Hallelujah. ദൈവത്തിന്റെ വചനം, open your heart today. Open your heart today for the Lord. Then he will show you the unclean things in his temple. നീ അത് കത്തിച്ച് കളയുമ്പോൾ, നീ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ, ദേശത്തിൽ ഉള്ള ആമേൻ സ്തോത്രം ദുഷ്ടന്റെ പോരാട്ടങ്ങൾ നീ കാണാൻ തുടങ്ങും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ, അതിന്റെ അഗേൻസ്റ്റ് പ്രാർത്ഥിക്കുവാൻ, അത് പരാജയപ്പെടുവാൻ യേശു എന്ന നാമം നീ ഉച്ചരിക്കും അവിടെ. Hallelujah. Anointed people ദൈവം ഉയർത്താൻ. ദൈവാത്മാവിനോട് ശക്തമായി പറഞ്ഞത്, I am raising a powerful and anointed people of God. I am raising a powerful. Hallelujah. ഈ ദൂതൻ നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണും. പണ്ടും എന്താ ദൈവം വീണ്ടും പറയുന്നത്? He wants to do it. He is searching for people. ജോലിയുണ്ട്, ആപ്ലിക്കേഷൻ എത്ര എഴുതാൻ പോകുന്നു ഇവിടെ. Hallelujah. He is raising a powerful and anointed group of people. Hallelujah. അശേരയുടെ പോളുകൾ, ആമേൻ, ബാലിന്റെ ഹല്ലേലൂയ രീതികൾ എല്ലാം തകർക്കുവാൻ, എല്ലാ
പൊട്ടിച്ചു കളയുവാൻ anointed people I am raising. എത്ര പേർ സമർപ്പിക്കുന്നു? എത്ര പേർ സമർപ്പിക്കുന്നു? ഒന്ന് കണ്ണുകൾ അടച്ച് നിന്റെ ഹൃദയം ഒന്ന് തുറന്നേ. Open your heart today. Yes, invite the Lord into your heart. Come into my heart, oh Lord Jesus. Come in to stay. Come in today. Come into my heart, Lord Jesus. Oh Yeshua, the Holy Spirit of God, my Lord Jesus. എല്ലാവരും നിൽക്കാൻ പറ്റുന്നവർ ദൈവസന്നിധിയിൽ നിന്നാണ്. സമയത്ത് നമ്മൾ പ്രാർത്ഥന നിർത്തും. നിൽക്കാൻ പറ്റുന്നവർ ദൈവസന്നിധിയിൽ നിന്നാണ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിലുള്ള ഗാർബേജ് മാറുന്ന ദിവസം, നിന്റെ ജീവിതത്തിൽ റബിഷ് മാറുന്ന ദിവസം, ഈ ഞായറാഴ്ച, ഈ സമയം submit to the Lord. ഹല്ലേലൂയ. ബൈബിളിൽ വായിക്കുന്നു, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ തുടങ്ങിയവർ. Amen. When you start submitting yourself to the Lord, നിന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ തന്നെ ഒരു ദൈവികമായ സമാധാനം, ദൈവികമായ ഒരു പ്രസൻസ് നീ അനുഭവിക്കും ഈ നിമിഷം തന്നെ. ഹല്ലേലൂയ. എന്റെ ദൈവമേ, ഞാൻ പോലും അറിയാതെ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വിഗ്രഹാരാധന ഉണ്ടെങ്കിൽ, എന്റെ ജീവിതത്തിൽ ഞാൻ പോലും അറിയാതെ ആരെങ്കിലും ഞാൻ ഫോളോ ചെയ്തുണ്ടെങ്കിൽ, ആമേൻ ആമേൻ, കൊടുക്കേണ്ടിയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ മഹത്വത്തെ കാട്ടിലും കൂടുതലായി എന്റെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്ന ആ ഐഡൽസ്, ആ ആൾക്കാർ എന്റെ ദൈവം എന്റെ തന്നെ മാറ്റണമെന്ന് പ്രാർത്ഥിച്ച ദൈവം. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. Come on, ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വേണം. You need to have these kind of prayers in your life. Hallelujah. Amen. Stotram. He is holy, so my people should be holy. ദൈവം കോംപ്രമൈസ് ചെയ്യത്തില്ല. ദൈവത്തിന്റെ വചനത്തിൽ കോംപ്രമൈസ് ഇല്ല. ഫോളോ ചെയ്യുന്ന ദൈവജനത്തിന് കോംപ്രമൈസിന്റെ ഭാഗമില്ല. You cannot compromise on the word of God. Either you follow the word of God or you do not follow the word of God. Either you are fit for this service or you are unfit for the service. Hallelujah. ഒന്ന് പ്രാർത്ഥിച്ചേ. എന്റെ ദൈവമേ, എന്റെ ചുറ്റും ഒരു രക്ഷാ കവചം അങ്ങ് പണിയണമേ. എന്റെ ചുറ്റും, എന്റെ കുടുംബത്തിന്റെ ചുറ്റും, എന്റെ പ്രിയപ്പെട്ടവരുടെ ചുറ്റും ഒരു രക്ഷാ കവചം അങ്ങ് പണിയണമേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാൽ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാൽ. Yes, Lord. I put myself in your presence. I submit myself in your presence. Thank you, Lord. നിന്റെ സമയത്തിനായി വാഴ്ത്തുന്നു. ഇടപെടലുകളുടെ ജീവിതത്തിലുള്ളതിനാൽ വാഴ്ത്തുന്നു. ഇന്നും എന്നും ഞങ്ങളോട് സംസാരിക്കുന്നതിനാൽ വാഴ്ത്തുന്നു. Thank you, Lord. Thank you, Holy Spirit, for talking to us. വിളിക്കുന്ന ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. സാന്നിധ്യം കൃപയും അവരുടെ മേലുണ്ടാവണമേ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാന്നിധ്യം കൃപയും അവരുടെ മേലുണ്ടാവണം. ഈ സമയത്തിൽ ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനം അവരുടെ മേലുള്ളതിന് അങ്ങ് അയക്കുന്നതിനാളുമായിട്ട് എല്ലാമാനും മഹത്വം എന്റെ കർത്താവിന്. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ